ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബുക്ക് റിവ്യൂവിൻ്റെ 71ാമത്തെ സെഷനാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് അതിൻ്റെ 112 അധ്യായങ്ങൾ കൃത്യമായി മനസ്സിലാക്കി. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. ആ പുസ്തകം പറയുന്നത് തന്നെ ഇങ്ങനെയാണ്: നമ്മുടെ സ്വപ്നങ്ങൾ വലുതാണോ എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറം നമുക്ക് വിജയിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ചിന്ത എത്രമാത്രം വലുതാക്കുന്നു അത്രമാത്രം നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ ബുക്ക് നമ്മളോട് പറയുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ പോകാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഒഴിവുകഴിവുകൾ എന്ന് പറയുന്ന ഒരു ഭാഗം അത് കൃത്യമായിട്ട് നമ്മൾ നോക്കി. സെൽഫ് പവറിൻ്റെ തലങ്ങൾ നോക്കി. പ്രത്യേകിച്ച് ആരോഗ്യപരമായ ഒഴിവൊഴികൾ നമ്മൾ പറയാറുണ്ട്, ബുദ്ധിപരമായ രീതിയിൽ. അതേപോലെ തന്നെ പ്രായം അതിനൊരു കാരണമായിട്ടുണ്ട്. പിന്നെയും നമ്മൾ ഭാഗ്യം, നമ്മുടെ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എക്സ്ക്യൂസസ് പറയാറുണ്ട്. അതിനേക്കാളൊക്കെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സെൽഫ് പവർ, നമ്മളുടെ ഇമാജിനേറ്റീവ് പവർ, സെൽഫ് റെസ്പെക്റ്റ്. തോൽവി എന്ന് പറയുന്ന രണ്ട് ഫോർമാൻമാരെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? വിജയി എന്ന ഫോർമാനും അതുപോലെ തോൽവി എന്ന ഫോർമാനും. ആരാണ് നമ്മളെ ഭരിക്കുന്നത്? നമ്മളുടെ ഫോർമാൻ ആരാണ്? ആ ഫോർമാനെ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ട സമയമായി എന്നൊക്കെ വജീസ് സാർ പറഞ്ഞിരുന്നു. സോ ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് പോകാം. വളരെ മനോഹരമായൊരു ബുക്കാണ്. വായിക്കണമെന്ന് തോന്നുന്ന എല്ലാ സാധ്യതകളും ഇപ്പോൾ തന്നെ തുറന്നിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സെക്കൻഡ് പാർട്ടും കൂടെ കേൾക്കാം. സോ ഇന്ന് സെക്കൻഡ് പാർട്ട് കഴിഞ്ഞ ആഴ്ച എടുത്ത പോലെ തന്നെ ബൈജു സാറാണ്. ബൈജു സാർ ഒരു ബുക്കിനെ സംബന്ധിച്ചോളം ബുക്ക് റിവ്യൂ ചെയ്യുന്നതിൽ കൃത്യമായി പഠനം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരുന്നു, ഒരു ബുക്ക് പറയുമ്പോൾ ഒരു 5-6 ബുക്കിൻ്റെ കണ്ടൻറ്റാണ് സാറ് പറയുന്നത്. ഈ ബുക്കിൽ എന്താ പ്രത്യേകത എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ പുതിയ പുതിയ ബുക്കുകളുടെ കാര്യങ്ങൾ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയറിയാം, റോബിൻ ശർമ്മയെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ആർട്ട് ഓഫ് സയൻസ് എന്ന് പറയുന്ന ബുക്കിനെ കുറിച്ച് പറഞ്ഞു. പല ബുക്കുകളുടെ കണ്ടൻറ്റുകൾ കൂട്ടി ഇണക്കി മനോഹരമായി. അപ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷനായി പോയി, ഇത് ഏത് ബുക്ക് വായിക്കണം. അപ്പോൾ എനിവേ തീർച്ചയായിട്ടും നമുക്ക് ബൈജു സാറിനെ ഫോളോ ചെയ്യാം. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതോടൊപ്പം ബൈജു സാറിന്. ബൈജു സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ പിന്നെ ഭാഗം നമ്മൾ എന്തൊക്കെയാണ് പരാമർശിച്ചതെന്ന് സാബു സാർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. പിന്നെ അതിൽ ലാസ്റ്റ് ഏറ്റവും ഫൈനലായിട്ട് പറഞ്ഞത് അത്ര ആള് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല, നിങ്ങളെ ചുറ്റുമുള്ള 2 ആളെ സെലക്ട് ചെയ്യണം എന്ന ബുക്ക് നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. കാരണം ഈ 2 ആളെ സെലക്ട് ചെയ്ത് ഒന്ന് ജീവിതത്തിൽ വിജയിച്ചവരും രണ്ടാമത് ജീവിതത്തിൽ പരാജയപ്പെട്ടവരും. എന്നിട്ട് ഈ പുസ്തകത്തിന്റെ ബാക്കിയുള്ള എന്തൊക്കെയാണ് ഇവർ പറയുന്നത്, അത് ഇവരിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മളൊന്ന് ഒബ്സർവേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് തന്നെ നമുക്കറിയാം ഇത് അത്രക്കും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ് എന്നുള്ളത്, മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്നുള്ളത്. ഇനി 3ാമത്തെ ചാപ്റ്ററിൽ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് ആത്മവിശ്വാസം നേടിയെടുക്കുക, കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡന്റിനെ പറ്റിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അതിൽ അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് ഭയം, ജീവിതത്തിൽ നമുക്ക് ഭയം നമ്മളുടെ ആത്മവിശ്വാസത്തിന്റെ അല്ലെ നമ്മളുടെ വിജയത്തിന്റെ ഏറ്റവും മുഖ്യ ശത്രുവാണ് ഭയം എന്നുള്ളത്. നമ്മളുടെ ഭയമാണ് നമ്മളെ പല കാര്യങ്ങളും നമ്മളെ ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന ഒരു പ്രധാന ഇത് എന്ന് പറയാം അല്ലെ. നമ്മൾ ജീവിതത്തിൽ ഭയന്നുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒരു നല്ല നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇതില്ല. മുകേഷ് അംബാനി ഏതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ, പിന്നെ ജീവിതത്തിൽ ബിസിനസ് ചെയ്യാനും ഏത് ജോലി ചെയ്യാനും മിനിമം നമുക്കൊരു ധൈര്യം വേണം. ഇപ്പം ബിസിനസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ജീവിതത്തിൽ ഒരു ജോലി ചെയ്യാൻ പോലും നമുക്ക് എന്ത് വേണം? മിനിമം ഒരു ധൈര്യം വേണം. അപ്പൊ അത്രക്കും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് ധൈര്യം അല്ലെങ്കിൽ ഭയമില്ലാതിരിക്കുന്ന അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പുസ്തകത്തില് പിന്നെ ഇതിൽ പറയുന്നത്, പിന്നെ നമ്മൾ ശരീരത്തിന് എന്തെങ്കിലും അണുബാധ ഏറ്റാല് നമ്മൾ എന്ത് ചെയ്യും? ഫിസിഷ്യനെ കൊണ്ട് പോയി കാണിക്കും, നമ്മളത് ക്ലിയർ ആക്കും. അതേപോലെ തന്നെയാണ് മനസ്സിനേറ്റ ഒരു അണുബാധ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സ്പേർട്ടിന്റെ അടുക്ക പോയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് അത് ക്ലിയർ ചെയ്യണം എന്ന് പറയുന്നു. അല്ലെങ്കിൽ അത് എന്താകും? അത് വലിയൊരു വിപത്തായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഇതിൽ ഒരു എക്സാമ്പിൾ അദ്ദേഹം പറയുന്നത്, അമേരിക്കയിൽ പിന്നെ മറ്റേ പട്ടാളം റിക്രൂട്ട്മെന്റിൽ എന്താണ് ചെയ്യുന്നത്, ആദ്യം നീന്തം അറിയുന്നവരെ മാത്രമേ ഇതിൽ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നീന്തം അറിയാത്തവരെയും എന്ത് ചെയ്തു? പിന്നെ വെള്ളത്തിൽ ഇടാൻ വേണ്ടി ശ്രമിച്ചു. ഈ ഭയം മാറാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? നമുക്കൊരു ഭയം മാറണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് നമ്മളെ ലൈഫിൽ നിന്ന് ഇപ്പം പിന്നെ സിദ്ദിഖ് ഏതൊരു സിനിമയിൽ പറയുന്നുണ്ട്, നിനക്ക് പേടിയുള്ളത് എന്താണോ അത് നീ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലെ, നമുക്കൊരു ഭയം നമുക്ക് മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
ഇതിൽ പറയുന്നത് പോലെ നമുക്ക് ഭയം മാറണമെങ്കിൽ പിന്നെ പ്രവർത്തനം ഭയത്തെ ദൂരീകരിക്കുന്നു. നമുക്ക് എന്താണോ നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് കാര്യം. നമ്മൾ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ എന്ത് മാറും, ആ ഭയം മാറിക്കൊണ്ടിരിക്കും. നമ്മൾ പലപ്പോഴും ഭയന്ന പല കാര്യങ്ങളും പിന്നെ അത് ചിലപ്പോ രണ്ട് വിധത്തിലുണ്ട്. നമ്മൾ ചില തെറ്റായ കാര്യങ്ങളെ വിചാരിച്ചായിരിക്കും നമ്മൾ വെറുതെ ഭയക്കുന്നുണ്ടാവുക. ഇപ്പം എവിടെയോ പിന്നെ ഒരു യൂട്യൂബിലൊക്കെ കണ്ട പോലെ പിന്നെ നമ്മുടെ കണ്ണൂരുള്ള ഒരു പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ ഉണ്ട്, പിന്നെ സുരേഷ് ബാബു സാർ എന്ന് പറയും. അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ചിൽ ഞാൻ കേട്ടൊരു കാര്യം, പലരും ദൈവത്തെ വിശ്വസിക്കുന്നത് ഇവിടെ സുഖമായിരിക്കാനല്ല, നമുക്ക് സ്വർഗം കിട്ടണം എന്നുള്ള പ്രശ്നം കൊണ്ടാണ്. കാരണം ഇവിടെ ഞാൻ എന്തും അനുഭവിക്കും, പിന്നെ ഇവിടെ എനിക്ക് സുഖവും ഭയമാണ്, പിന്നെ ഞാൻ സുഖമായിരുന്നാൽ എനിക്ക് സ്വർഗം കിട്ടൂലേ എന്നുള്ള ഭയമാണ്. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഇവിടെ എങ്ങനെ ഹാപ്പിയായി ജീവിക്കാം എന്നുള്ളതാണ് നോക്കണം. നമ്മൾ പലപ്പോഴും നമുക്ക് ഇവിടെ കുറച്ച് കഷ്ടപ്പാടായാലും മരിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ എന്ത് വേണം, സ്വർഗത്തിലെത്തണം. അതിനിവിടെ കുറച്ച് പെട്ടാലും പ്രശ്നമില്ല എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് പലപ്പോഴും നമ്മൾ റിയാലിറ്റി അല്ല പല ഭയങ്ങളും, പിന്നെ നമ്മളിങ്ങനെ ചിന്തിച്ച് കൂട്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ പറയുമ്പോൾ നേരത്തെ ആറ്റിറ്റ്യൂഡ് ഈസ് എവരിത്തിങ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ജെഫ് കെല്ലർ വളരെ മനോഹരമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഏറ്റവും വലിയ ഭയം എന്താണ്. നമ്മളിപ്പം ഈ ട്രെയിനിങ്ങിലൊക്കെ നമ്മൾ പറയാറ് എന്താണ് ഏറ്റവും വലിയ ഭയം എന്താണ്, പബ്ലിക് സ്പീക്കിംഗ് അല്ലെ സാബു സാർ, അതല്ലേ? പലരും പറയാറുണ്ട് മരണഭയത്തെക്കാള് കുറച്ചും കൂടി വലിയ ഭയം പബ്ലിക് സ്പീക്കിംഗ് ആണ്. സ്റ്റേജിൽ കയറുക. അപ്പൊ അതില് ആറ്റിറ്റ്യൂഡിൽ പറയുന്നുണ്ട്, ഇപ്പം അന്നയും ഉലഹന്നാൻ സാറിനെയും ഇപ്പൊ സാബു സാർ എന്നോട് പറയുന്നു, പിന്നെ നിങ്ങൾ രണ്ടാളിൽ ഏതെങ്കിലും ഒരാള് നാളെ പിന്നെ ഒരു പബ്ലിക് സ്പീക്കിംഗ് നടത്തണം. നമ്മൾ രണ്ടാൾ ഇന്നേ വരെ പബ്ലിക് സ്പീക്കിംഗ് നടത്തിയിട്ടില്ല, രണ്ടാൾക്കും പേടിയാണ്. അപ്പൊ ഞാൻ പറയുന്നു, ഇല്ല സാബു സാർ എനിക്ക് കുറച്ച് തിരക്കാണ്, എനിക്ക് അവിടെ പോണം ഇവിടെ പോണം, പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അതിൻ്റെ അകത്ത് മെല്ലനെ തടി വന്നു. ഉലഹന്നാൻ സാർ ആ പിന്നെ ചാലഞ്ച് ഏറ്റെടുത്തു. ഉലഹന്നാൻ സാർ ഇന്നേ വരെ പിന്നെ ഇവിടെയൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഉലഹന്നാൻ സാർ അത് ഏറ്റെടുത്തു എന്ന് കരുതി. നെക്സ്റ്റ് ഡേ എനിക്ക് ഇവിടെ പോകാനൊന്നും ഉണ്ടാവില്ല, ഞാൻ വെറുതെ പറഞ്ഞതായിരിക്കാം. നെക്സ്റ്റ് ഡേ ഞാൻ ഉലഹന്നാൻ സാർ ചമ്മുന്നത് കാണാൻ വേണ്ടി ഞാൻ വരും, കാരണം പുള്ളി ഇന്നേവരെ പിന്നെ ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ എസ്കേപ്പ് ചെയ്തല്ലോ ഒന്ന് കരുതി ഉലഹന്നാൻ സാർ ചമ്മുന്നത് കാണാൻ ഞാൻ വരും. പക്ഷെ ഉലഹന്നാൻ സാർ അന്ന് രാത്രി, അതായത് സാബു സാർ പറഞ്ഞന്ന് രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല, നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, കണ്ണാടിന്റെ മുമ്പിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, കാരണം ഇതുവരെ ചെയ്യാതുകൊണ്ട്. ഞാൻ അന്ന് രാത്രി നന്നായി കിടന്നുറങ്ങും, കാരണം ഉലഹന്നാൻ സാറിന് പണി കൊടുത്തല്ലോ എന്നുള്ളൊരു സന്തോഷവും അതെല്ലാം വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും. പക്ഷെ നെക്സ്റ്റ് ഡേ ഉലഹന്നാൻ സാർ നന്നായി പെർഫോം ചെയ്യും. ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ ആ ഭയത്തിന് ഇതായിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, സ്റ്റേജിൽ കയറാതിരുന്നത്. അന്ന് രാത്രി ഉലഹന്നാൻ സാർ നന്നായി ഉറങ്ങും. പുള്ളിക്ക് നല്ലൊരു സെൽഫ് കോൺഫിഡന്റ് കയറിയിട്ടുണ്ടാകാം. എനിക്ക് രണ്ടാളെ മുമ്പിൽ ഞാൻ അന്ന് രാത്രി മുതൽ ഞാൻ ഉറങ്ങാതിരിക്കും. എനിക്ക് എപ്പോഴും പേടിയായിരിക്കും, കാരണം പുള്ളി പോലും സംസാരിക്കാൻ തുടങ്ങി, ഞാൻ ഇങ്ങനെയായില്ല. നമ്മൾ രണ്ടാളും ഏതാണ്ട് ഒരേ കാറ്റഗറിയിലുള്ള ആളായിരിക്കും, പക്ഷെ പുള്ളി സംസാരിക്കാൻ തുടങ്ങി, ഞാൻ ഇപ്പോഴും ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് ആ ഭയത്തെ മാറ്റാൻ നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ നമുക്ക് എന്താണോ നമ്മളുടെ ഭയം എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതായത് പിന്നെ ആ സാറിന് സൗണ്ട് പോയല്ലോ സാർ. കോള് വല്ലതും വന്നായിരിക്കും. ഓക്കെ അല്ലേ സാറേ? നെറ്റ് ഒരു പ്രശ്നമായിരുന്നു. ഓക്കെ. അപ്പൊ നമ്മളെ ജീവിത വിജയത്തിനെ എതിർക്കുന്ന ഭയങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, ധൈര്യപൂർവ്വം നമ്മൾ നേരിട്ടാൽ മാത്രമേ. ഇപ്പം പിന്നെ വാട്ട് യു സ്റ്റാർട്ട് ഫിനിഷ് വാട്ട് യു സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ബുക്കിൽ വളരെ മനോഹരമായി പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടാണ്, നിങ്ങൾ ഭയം കൊണ്ടാണോ ലേസിനെസ് കൊണ്ടാണോ നിങ്ങൾ ചെയ്യാതിരിക്കുന്നത്, നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക. എന്നിട്ട് ഈ രണ്ട് കാരണവുമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, തുടങ്ങുക. ഈ രണ്ട് കാരണമാണ് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതെങ്കിൽ, ഒന്നിക്കൽ ലേസിനെസ് അല്ലെങ്കിൽ ഫിയർ, അത് ചെയ്താൽ ഇതാവോ എന്നുള്ള ഈ രണ്ട് കാരണമാണ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതെങ്കിൽ നിങ്ങളത് ചെയ്യുക. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഈ രണ്ടാണോ നിങ്ങളത് ചെയ്യാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുക എന്നുള്ളതാണ്. ഇപ്പോ പിന്നെ അതില് ചില പേടികളാണ്, പിന്നെ ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തേത് വ്യക്തിത്വത്തെ മോശമാക്കുന്ന
പ്രകൃതമാണെന്ന പേടി. ഇപ്പൊ നമ്മൾ കാണാനൊന്നും വലിയ ലുക്കില്ല, അല്ലെങ്കിൽ എന്റെ ഇത് അങ്ങനെയുള്ള ഒരു പേടിയാണെങ്കിൽ നിങ്ങളുടെ വസ്ത്രധാരണവും രീതികളും മെച്ചപ്പെടുത്തുക. ബാർബർ ഷോപ്പിലെ ബ്യൂട്ടി പാർലറിലോ സ്ഥിരമായി പോവുക. അങ്ങനെയുള്ള കുറച്ച് സൊല്യൂഷൻസ് പറയുന്നുണ്ട്. നിങ്ങളുടെ പേടി എന്താണോ അതിനിപ്പം നിങ്ങൾക്കൊരു കസ്റ്റമറെ ഭയപ്പെടും, കസ്റ്റമർ പോകും എന്നുള്ളതാണ്. ഒരു പ്രധാന കസ്റ്റമർ നഷ്ടപ്പെടുമെന്ന ഭയമാണെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്യാം. ഒന്നും കൂടി സർവീസ് നന്നായി കൊടുക്കുക. ആ കസ്റ്റമർ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ ക്വാളിറ്റി ഓഫ് സർവീസ് മോശമാകുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും കൂടി ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ സർവീസ് ഒന്ന് ഉഷാറാക്കുക. അങ്ങനെ ഉഷാറാക്കുവാണെങ്കിൽ നമുക്ക് ആ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാം. പരീക്ഷയിൽ തോൽക്കുമെന്ന പേടി ആണെങ്കിൽ പരീക്ഷയെ നമ്മൾ എന്ത് ചെയ്യണം? നന്നായി പ്രിപ്പയർ ചെയ്യണം. തോക്കുമെന്ന പേടിച്ചിരിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പേടിച്ചിട്ട് പലപ്പോഴും നമ്മൾ ആ പേടിക്കുന്ന ഒരു ഇതില്ല. നമ്മളത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത്രയും ഇത് വേണ്ട. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സ്റ്റെപ്സുകളൊക്കെ ഈ ബുക്കിൽ പറയുന്നുണ്ട്. അതായത് പ്രധാനപ്പെട്ട പേടികളും അതിൽ നമ്മൾ എന്ത് സ്റ്റെപ്പും എടുക്കണം എന്നുള്ളത്. അത് ആ പുസ്തകം വായിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് ഈ പുസ്തകം നമ്മളോട് പറയുന്ന ഒരു വലിയൊരു കാര്യം, നമ്മളെ തലച്ചോറിൽ ഒരു മൈൻഡ് ബാങ്ക് ഉണ്ട്. നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞത് നിങ്ങളെ തലച്ചോറ് ഒരു ഫാക്ടറി ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പറയുന്നു നിങ്ങളുടെ തലച്ചോറ് എന്താണ്? ഒരു മൈൻഡ് ബാങ്കാണ്. നിങ്ങൾക്ക് ചില എക്സ്പീരിയൻസുകൾ ഉണ്ടാകുമ്പോൾ ഈ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റുകളായിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അതേപോലുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ മൈൻഡോട് ചോദിക്കുമ്പോൾ, ഇത് ഉണ്ടായിരുന്നല്ലോ, എന്ത് ചെയ്യുന്ന മൈൻഡ് എന്ത് ചെയ്യും? ഞാൻ ക്ഷീണിതരാണ്, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോൾ മൈൻഡ് പറയും ക്ഷീണാകുമ്പോൾ ഇതൊന്നും ചെയ്യേണ്ട, കഴിഞ്ഞ പ്രാവശ്യം ക്ഷീണമായപ്പോ ചെയ്തത് കണ്ടിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഇത് കുറെ അതിന്റെ അതിൽ നമ്മൾ എന്താണോ ഡെപ്പോസിറ്റ് ചെയ്തത് അത് നെഗറ്റീവ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ആ നെഗറ്റീവ് ഡെപ്പോസിറ്റിന്റെ ഒരു ലിസ്റ്റ് തരും. ഞാൻ ശക്തരാണ്, എനിക്കിപ്പം ഇതെന്തും മെച്ചപ്പെടുത്താൻ വേണ്ടി പറ്റും എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ മൈൻഡോട് ചോദിക്കുന്നുണ്ടെങ്കിൽ മെച്ചപ്പെടുത്താനുള്ള കുറെ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് തരും. അപ്പൊ നമ്മളെ മൈൻഡിൽ എന്തുണ്ട്? നമ്മൾ കുറെ നിക്ഷേപങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. മൈൻഡ് ബാങ്കിൽ നമ്മൾ കുറെ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ പോസിറ്റീവ്, നേരത്തെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മളോട് പറഞ്ഞത് മിസ്റ്റർ തോൽവിയെ ജീവിതകാലം മുഴുവൻ ഡിസ്മിസ് ചെയ്യാനാണ് പറഞ്ഞത്. ആ പുള്ളിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനാണ് പറഞ്ഞത്. ഇപ്രാവശ്യം പറഞ്ഞത് നിങ്ങളെ മൈൻഡ് ബാങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ടുള്ള നിക്ഷേപങ്ങൾ നടത്തണം എന്ന് പറയുന്നു. ഇപ്പം ഇത് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിളിൽ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറയുന്നു. ഇമോഷണൽ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ എന്താണോ നന്നായി കൊടുക്കുന്നത് നമ്മുടെ ബാങ്ക് ബാലൻസ് കൂടും. ഇതിൽ പറയുന്ന മൈൻഡ് ബാങ്ക് ആണ്. മൈൻഡ് ബാങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ മൈൻഡ് എന്തേ തരുള്ളൂ? പോസിറ്റീവായിട്ടുള്ള ഡെപ്പോസിറ്റ്സുകളാണെങ്കിൽ അത് മാത്രമേ നമുക്ക് തരുള്ളൂ. അപ്പൊ പോസിറ്റീവായിട്ടുള്ള ഡെപ്പോസിറ്റ്സുകൾ നമ്മളുടെ മൈൻഡ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വിഡ്രോവലും നടത്തും, അല്ലെങ്കിൽ നെഗറ്റീവുകളായിരിക്കും ഉണ്ടാകുക എന്ന് പറഞ്ഞു. ഇതിൽ പറഞ്ഞ വളരെ മനോഹരമായ ഒരു കോട്ട്, ഇപ്പം ഒരു വലിയൊരു സൈക്കോളജിസ്റ്റ് പറഞ്ഞതാണ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന പലരിൽ ഈ പ്രശ്നം ഈ ഒരു പ്രശ്നം ഇവർ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ പോലുള്ള സൈക്കോളജിസ്റ്റിന് ജോലി ഉണ്ടാവില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ അവരുടെ നെഗറ്റീവ് ചിന്തകൾ ഉപേക്ഷിക്കുകയും ആ ചിന്തകളെ വലിയ മാനസിക ഭീകരന്മാരായി വളരാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുക. ഇവിടെ ചികിത്സ ചെയ്യുന്ന ഭൂരിപക്ഷം വ്യക്തികളും മാനസിക ഭീകരരുടേതായ ഒരു സ്വകാര്യ മ്യൂസിയം കൊണ്ടു നടക്കുന്നവരാണ്. അതായത് നമ്മളൊരു നെഗറ്റീവ് ചിന്തകൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അതെന്താകും? ഒരു മാനസികമായ ഒരു ഭീകരനായി മാറും അല്ലെ? നമ്മൾ കഴിഞ്ഞതിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മൾ നെഗറ്റീവിനെയാണ് നമ്മൾ പാല് കൊടുത്ത് ബിരിയാണി കൊടുത്ത് വളർത്തുന്നത്. അതെന്താകും? അതൊരു വലിയൊരു ഭീകരനായി മാറും. പല ആളുകളും ഈ നെഗറ്റീവ് ചിന്തകളുടെ മ്യൂസിയവും കൊണ്ട് നടക്കുന്നവരാണെന്നാണ് പറയുന്നത്. ആ മ്യൂസിയം അവർ മാറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇന്ന് നമ്മളെ പോലുള്ള പല സൈക്കോളജിസ്റ്റിനും സൈക്കാട്രിസ്റ്റിനൊന്നും ജോലി ഉണ്ടാവില്ല, അവരത് തിരിച്ചറിയുകയാണെങ്കിൽ എന്നുള്ള കൺസെപ്റ്റ് പറയുന്നത് വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരു കോട്ടായിട്ട് എനിക്ക് തോന്നി. പിന്നീട് അതിലെ കോൺഫിഡന്റ് കൂടാൻ അതിൽ വളരെ മനോഹരമായി പറയുന്ന വേറൊരു കാര്യം, ഒരു കുട്ടി, നന്നായി പഠിക്കുന്ന ഒരു കുട്ടി എക്സാം എഴുതാൻ വേണ്ടി പോയപ്പോ കോപ്പി അടിച്ചത് ഈ റവദർ കണ്ടു എന്നുള്ള, ഇയാളുടെ കോളേജിലാണ്, കണ്ടു എന്നുള്ള കാര്യത്തിൽ പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, കോപ്പി അടിക്കാൻ തന്നെ പുള്ളിക്ക് പറ്റുന്നില്ല, ഒന്നും എഴുതാൻ പറ്റുന്നില്ല, അറിയുന്ന ഉത്തരവ് എഴുതാൻ പറ്റുന്നില്ല. ചിലവരെങ്ങനെയാണ് അല്ലെ, നന്നായി പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ കുറച്ച് തുണ്ട് പേപ്പറൊക്കെ കൈമേൽ ഉണ്ടെങ്കിൽ തന്നെ അറിയുന്നതും കൂടി എന്ത് ചെയ്യൂല, എഴുതൂല, അതിന്റെ കോൺഫിഡന്റ് കംപ്ലീറ്റ് പോയി. മാഷ് കണ്ടോ. അപ്പൊ ഈ ഡേവിഡ് ഷോൾസർ പറയുന്നത്, ഞാനത് ശ്രദ്ധിച്ചില്ല, നീ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ കോപ്പി അടിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ നമ്മളെല്ലാവരും അദ്ദേഹം പറയുന്ന ഒരു ന്യായീകരണം എന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും
നല്ല ജീവിതം ജീവിക്കണം എന്ന് വിചാരിക്കുന്നവരാണ് അല്ലെ. നമുക്ക് ഈ കോപ്പി അടിയായാലും മറ്റുള്ളതൊന്നും അധർമ്മങ്ങളൊന്നും നമുക്ക് അധികം ചെയ്യണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഗ്രേഡിന് വേണ്ടിയോ, അപ്പൊ അയാൾ തന്നെ പറയുന്നു എൻ്റെ ഒരു ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു നല്ല സന്തോഷകരമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു മൈൻഡ് കോൺട്രഡിക്ഷനും വരുന്നുണ്ട്. ഈ കോപ്പി അടിക്കുമ്പോൾ ആ ഒരു കുറ്റബോധം കൊണ്ട് അതിൽ അദ്ദേഹം പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു കാര്യം, പല കള്ളന്മാരും ഇപ്പൊ നമ്മൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിലൊക്കെ ഇന്ന് നമുക്കറിയാം പല സ്വകാര്യ മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പലപ്പോഴും ഇദ്ദേഹം പറയുന്നത് ഭർത്താക്കന്മാരായാലും ഭാര്യമാരായാലും ഭാര്യ കണ്ടുപിടിക്കുമോ ഭർത്താവ് കണ്ടുപിടിക്കുമോ എന്നുള്ള കുറ്റബോധം കൊണ്ടാണ് പലതും ഇതാവുന്നത്. ശരിക്ക് റിയലൈസ് ആണ്. പക്ഷെ നമുക്ക് തന്നെ എന്താണ് ഇവര് കണ്ടുപിടിക്കുവോ അവര് ഇതാവോ എന്നുള്ള കുറ്റബോധത്തിൽ നിന്നാണ് പലപ്പോഴും എന്തുള്ളത് പല സത്യങ്ങളും ഇതാകുന്നത് പറയുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നു നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സുകൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. നമുക്ക് എന്താണോ നല്ലത് കറക്റ്റായിട്ട് ചെയ്യാവുന്നത് എന്നുള്ളത് നമ്മളത് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് വരും, കോൺഫിഡന്റ് ഒക്കെ നമുക്ക് ആയി വരും എന്ന് അദ്ദേഹം പറയുന്നു. അത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിക്കണം. നല്ല ബ്യൂട്ടിഫുൾ ആയ സ്റ്റോറിയാണ്. സമയത്തിന്റെ ഇതുകൊണ്ട് ഞാൻ അത് കട്ടാക്കി പറയുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളിൽ എല്ലാവരും ശരിയുടെ ഭാഗത്ത് നിൽക്കാൻ, ശരിയായി ചിന്തിക്കാൻ, പ്രവർത്തിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. നാം അതിനെതിരായി പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരു ക്യാൻസർ ഉണ്ടാവും. നമ്മളെല്ലാവർക്കും എന്താണ് വേണ്ടത്, നന്നായി പ്രവർത്തിക്കണം. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിന് എതിരായി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ മൈൻഡിൽ എന്ത് വരുന്നത്, ഇത് മൈൻഡിൽ ക്യാൻസർ, അതായത് അത് വരുന്ന ആ ക്യാൻസർ നമ്മളെ മൊത്തം കാർന്ന് തിന്നും ചെയ്യും എന്ന് പറയുന്നു. ആ ക്യാൻസർ വളർന്ന് നമ്മളുടെ ആത്മവിശ്വാസത്തെ കരണ്ട് തിന്ന് തീർക്കും എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ നല്ല ചിന്തകൾ വെച്ച് പുലർത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഇതിൽ പറയുന്നത്. പിന്നീട് കോൺഫിഡന്റ് കൂട്ടാനുള്ള കുറച്ച് വഴികൾ അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെയൊക്കെ നമുക്ക് കോൺഫിഡന്റ് കൂട്ടാം എന്നുള്ളത്. അതിൽ ആദ്യം പറയുന്നത് നമ്മൾ ഈ ആഗസ്റ്റ് 15 ഒരു കോളേജിന്റെ ഒരു പരിപാടിക്ക് പോയപ്പോ നമ്മളെല്ലാരും നമ്മളും അങ്ങനെ ആയിരിക്കാം. ഇപ്പൊ ഈ പുസ്തകം അതൊക്കെ നമ്മൾ വായിക്കുന്നതുകൊണ്ട് നമ്മളിൽ കുറച്ച് മാറിയിട്ടുണ്ടാകും. പോയപ്പോ കുട്ടികളൊക്കെ വരുന്നു. ഒരു മിനിറ്റ്. ഞാൻ ആഗസ്റ്റ് 15 ഒരു ഫംഗ്ഷന് പോയപ്പോ നമ്മളും അങ്ങനെ ആയിരുന്നു പണ്ടൊക്കെ. എല്ലാരും പിൻസീറ്റിലാണ് പോയിരിക്കുന്നത്. ഫ്രണ്ട് റോ കംപ്ലീറ്റ് കാലിയാണ്. ആർക്കും ഫ്രണ്ടിൽ ഇരിക്കാൻ എന്തില്ല, ഒരിതില്ല. അപ്പൊ ഇതില് അദ്ദേഹം പറയും നമുക്ക് കോൺഫിഡന്റ് കൂടണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ മുൻനിരയിലൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മുൻനിരയിൽ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ എന്തുണ്ടാകും, ഒരു സെൽഫ് കോൺഫിഡന്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യും. അതൊരു ഇതായിട്ട് പറയുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു ഇതുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മുൻനിരയിൽ തന്നെ പോയി ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മളൊരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കാൻ തുടങ്ങും. നമ്മള് കണ്ണിൽ നോക്കാതിരിക്കുന്നതിന്റെ ലക്ഷണം എന്താണ്? നമ്മൾ ചില ആളൊക്കെ നമുക്കറിയാം, അവര് കണ്ണിന് നോക്കുകയില്ല, നോക്കിയാൽ മാറുക്കെ. ഒന്നിക്കല് ഒരു കള്ളത്തരം അയാൾ എന്തോ നമ്മളിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. രണ്ടാമത് അയാൾക്ക് എന്തോ കോൺഫിഡന്റോ കുറ്റബോധമോ അങ്ങനെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഉലനൻ സാർ അങ്ങനെയല്ലേ, നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കുക എന്ന് പറഞ്ഞാല് അതൊരു നമ്മളൊരു കോൺഫിഡന്റിന്റെ ഭാഗമാണ്. രാജ് സാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അപ്പം മുൻനിരയിൽ ഇരിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് നമ്മളെ കോൺഫിഡന്റ് കൂട്ടാൻ വേണ്ടി. മൂന്നാമതായിട്ട് പറയുന്നത് വേഗത്തിൽ ഇപ്പൊ നടക്കുന്നതിനേക്കാളും കുറച്ച് വേഗത്തിൽ നടക്കുക. ചിലവര് നടക്കുന്നത് വളരെ സ്ലോയിൽ. അതിന്റെ അർത്ഥം ഞാൻ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള ഒരു ഇതില്. അപ്പൊ നമ്മളുടെ ഇതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട കാര്യം. നമ്മൾ ചിലപ്പോൾ ഇതൊന്നും വലിയ കാര്യമാക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ എന്താണ്,
പിന്നെ പലരും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പിന്നെ വേഗത്തിൽ നമ്മൾ ഇപ്പൊ നടക്കുന്നതിൽ ഒരു 25% സ്പീഡ് കൂട്ടിയിട്ടൊക്കെ നടക്കുക, അത് ഉണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ വിചാരിക്കുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്, പക്ഷെ ചിലപ്പോൾ നമ്മളെ വാച്ച് ചെയ്യുന്നവരുണ്ടാകാം എന്നുള്ളതാണ്. പിന്നെ നാലാമതായിട്ട് അദ്ദേഹം പറയുന്നത് സംസാരിക്കാൻ പരിശീലിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരു മീറ്റിങ്ങിലോ എവിടെയെങ്കിലും ഇരുന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. അത് നമുക്കൊരു നമ്മൾ പലപ്പോഴാണ് വലിയ കുറെ വലിയ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറാറാണ് എല്ലാവരും. ഈ പുസ്തകത്തിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയത്തിന്റെ ഇതുകൊണ്ടാണ് ഇതിൽ പറയുന്നുണ്ട് എല്ലാം ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, സാർ ഒന്ന് വരട്ടെ. സാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമുക്ക് എന്താ ഒരു മൈൻഡ് ബാങ്കിൽ പോസിറ്റീവ് അനുഭവങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ ഭയത്തെ അതിജീവിക്കാൻ വേണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഒരു പ്രോബ്ലം അല്ലേ, നമുക്ക് പെട്ടെന്നൊരു ഇഷ്യൂ വന്നു, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, മൈൻഡ് ബ്ലാങ്കായി, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്നുള്ള ഒരു അവസരത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും? മുന്നോട്ട് പോകാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പ്രേരണകൾ വരണം. അതിന് കുറച്ച് പോസിറ്റീവ്. ഇലക്ട്രിസിറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ഓക്കെ, കാരണം ഈ മഴക്കാലാകുമ്പോ ഇടക്കിടക്ക് യുവമാരുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞത് സംസാരിക്കാൻ ചാൻസ് കിട്ടുമ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം? സംസാരിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ പുഞ്ചിരിയോടെ നന്നായി ചിരിക്കുക എന്നുള്ളത് ഒരു പോസിറ്റിവിറ്റി ആണെന്ന് പറയും അല്ലെ. നമ്മള് ചിലപ്പോഴൊക്കെ നമ്മള് ഇതിലൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. നമ്മളിപ്പം എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ഇതൊക്കെ നടക്കുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ടാണ് അതിനെ നേരിടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പല അടികളും അക്രമങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് ദേഷ്യം പിടിക്കുന്നത് ചിലപ്പോ അന്റെ മേലെ എനക്കുള്ള കൺട്രോൾ കഴിയുമ്പോഴാണ്. പനക്കേരി ഒന്നും അതിനെപ്പറ്റി എനിക്ക് ചെയ്യാനില്ല, എന്റെ പിടി വിട്ടു എന്നുള്ളത് ഉണ്ടാകുമ്പോഴാണ് ഞാൻ സാറ് ചിരിച്ചുകൊണ്ടാണ് ഇതിനെ നേരിടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വഴക്കധികം നീണ്ടു നിൽക്കൂല. ഇപ്പൊ പുഞ്ചിരിക്ക് അതിൻ്റെതായ, അല്ലെങ്കിൽ നമ്മൾ ചിരിച്ചോണ്ട് നിൽക്കുമ്പോൾ ചിരി ഒരു നമ്മളൊരു കോൺഫിഡന്റ്, അതായത് ഞാൻ അത്രക്കും മൈൻഡ് എന്റെ ബാലൻസ്ഡ് ആണ് എന്ന് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സൂചനയാണ്. അപ്പൊ ഇതിൽ പ്രധാനമായും പറയുന്ന 5 കാര്യങ്ങളിൽ ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മുൻനിരയിൽ പോയി ഇരിക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു സദസ്സിലോ എവിടെയെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. നമ്മൾ കോൺഫിഡന്റ് ആണ് എന്നുള്ളത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് ഇപ്പൊ നടക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സ്പീഡിൽ നടക്കുക. നന്നായി സംസാരിക്കാൻ വേണ്ടി തുടങ്ങുക. ചിരിക്കുക. വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, കണ്ണുകൾ തമ്മിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്ട് നമ്മൾ ശ്രദ്ധിക്കുക. നല്ല കണ്ണുകളിൽ തന്നെ നോക്കിയിട്ട് സംസാരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കോൺഫിഡന്റ് ഡെവലപ്പ് ആകും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ ആത്മവിശ്വാസം കൂട്ടുന്നതിനെ പറ്റിയിട്ട്, അതായത് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഭയത്തെ മാറ്റിയിട്ട് ഈ ഒരു കാര്യങ്ങളും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് കോൺഫിഡന്റ് നമുക്ക് കൂടും എന്ന് അദ്ദേഹം പറയുന്നു. ഇതെല്ലാം ഒരു പ്രാക്ടിക്കൽ ഇതാണ്. ഇനിയൊക്കെ നടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ നല്ല സ്പീഡിൽ തന്നെയാണോ നടക്കുന്നത്, അല്ലെങ്കിൽ ആർക്കോ വേണ്ടിയാണോ നടക്കുന്നത് എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നീട് നമ്മളോട് പറയുന്നത് വലുതായി എങ്ങനെ ചിന്തിക്കാം എന്നുള്ളതാണ്. ഇതിൽ അദ്ദേഹം നമ്മളോട് പറയുന്നത് എന്താണ് ഏറ്റവും വലിയ ദൗർബല്യം എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ തന്നെ, ഞാൻ കഴിഞ്ഞ ഇതിൽ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ വില കുറച്ചാണ് ഷോർട്ട് സെയിൽ
നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള ഇതിൽ നമ്മളെ വിൽക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. വിൽക്കൽ നമ്മൾ സ്വയം നമ്മളെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്വയം വിലയടിച്ച് കാണിക്കാനാണ് നമ്മൾ ട്രൈ ചെയ്യാറ് എന്ന് പറയുന്നു. ഇതിൽ നമുക്കറിയാം ചില കസ്റ്റമേഴ്സ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാം, ചില കസ്റ്റമേഴ്സിനൊക്കെ നമുക്ക് മീറ്റ് ചെയ്താൽ നമുക്ക് അറിയായിരിക്കും ഇതിന്റെ അകത്ത് നമുക്ക് ബിസിനസ് കിട്ടും എന്നുള്ളത്. പക്ഷെ നമ്മളെന്നാ ചിന്തിക്കുക, പക്ഷെ അയാളുടെ ഒക്കെ പോവാൻ മാത്രം ഞാൻ ഉണ്ടോ, അയാള് കുറച്ചും കൂടി ഹൈഫൈ അല്ലേ, പിന്നെ ഞാൻ അത്രക്കും വലിയ സംഭവം അല്ലല്ലോ, അപ്പൊ ഞാനെങ്ങനെ അയാളുടെ പോവാം. ചിലപ്പോൾ നമുക്കറിയായിരിക്കും അയാൾ ചിലപ്പോൾ നമുക്ക് ബിസിനസ് തരും, നമുക്കറിയാം. പക്ഷെ നമുക്ക് പോവാൻ എന്താണ്, നമ്മളെ തന്നെ എന്താണ് ചെയ്യാറ്, നമ്മൾ പലപ്പോഴും വിലയിടിച്ച് കാണിക്കാറാണ് പതിവ്. അപ്പൊ അത് നമ്മളൊന്ന് മാറണം. പിന്നെ നമ്മൾ എല്ലാവരും, അതായത് അദ്ദേഹം നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ 5 പ്രധാനപ്പെട്ട മേന്മകൾ നിങ്ങൾ നിർണ്ണയിക്കുക. നമുക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ട്, നമ്മൾ ആരാണെന്നുള്ള നമ്മൾ ലിസ്റ്റ് ഔട്ട് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊരു സംഭവം തന്നെയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളെപ്പോഴും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ വില കുറച്ച് കാണിക്കാൻ വേണ്ടി പാടില്ല. നമുക്ക് പിന്നെ ഇത് പറയുമ്പോ പിന്നെ പലപ്പോഴും ഇതിന്റെ ഒരു എക്സ്ട്രീം ബുക്കാണ് നമുക്ക് വേണമെങ്കിൽ റിജക്ഷൻ പ്രൂഫ് എന്ന് പറയുന്ന ഒരു ബുക്കിനെ വേണമെങ്കിൽ പറയാം. പിന്നെ അത്ര ആള് വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, റിജക്ഷൻ പ്രൂഫ് എന്ന് പറയുന്ന ഒരു പുസ്തകം. ശരിക്കും പറഞ്ഞാല് ഡയറക്റ്റ് മാർക്കറ്റിംഗിലൊക്കെ ഉള്ളവര് അല്ലെങ്കിൽ സെയിൽസിലൊക്കെ ഉള്ളവര് വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ഈ ഒരു പുസ്തകത്തിന്റെ കൂടെ തന്നെ. അതില് പിന്നെ ഞാൻ കഴിഞ്ഞ ഇതിൽ ഡിസ്കസ് ചെയ്തിരുന്നോന്ന് അറിയില്ല, പിന്നെ അദ്ദേഹം ഒരു 100 പരീക്ഷണം നടത്തുന്നുണ്ട്. പിന്നെ ഒരു ബിസിനസ്, ആ എഴുത്തുകാരൻ പിന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ തുടക്കത്തിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഉണ്ട് എന്നുള്ളത്. പൈസ ബ്രേക്ക് ആവുന്നുണ്ടല്ലോ. പൈസ കേൾക്കത്തില്ല. അൺമ്യൂട്ട് ചെയ്യാൻ. പരീക്ഷണങ്ങൾക്ക് ശേഷം പറഞ്ഞത് കേട്ടില്ല, ബ്രേക്ക് ആയിപ്പോയി. പരീക്ഷണങ്ങൾ 100 പരീക്ഷണങ്ങൾ. സാർ കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കാം. പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ കേട്ടില്ല. അതായത് പിന്നെ അദ്ദേഹം ചെയ്തത് ഇങ്ങനെയുള്ള കുറെ 100 പരീക്ഷണങ്ങളാണ് അയാൾ ചെയ്യുന്നത്. കാരണം ഉറപ്പായിട്ട് നോ കിട്ടും എന്നുള്ളത്. അതായത് അത് നോ തന്നെ ആയിരിക്കും. അപ്പൊ ഇന്ന് അദ്ദേഹം അമേരിക്കയിലുള്ള ഏറ്റവും വലിയൊരു സെയിൽസ് കോച്ചാണ്. പിന്നെ അത് ഒരുപാട് സീരിയൽ എന്റർപ്രണർ ആണ്, സെയിൽസ് കോച്ചാണ്. അപ്പൊ നമ്മൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ വില കുറച്ച് കാണിക്കാൻ പാടില്ല. അങ്ങനെ വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് പോയി മുട്ടി നോക്കുക. പിന്നെ അവര് വലിയ ആളാണെങ്കിലും നമ്മൾ റിജക്ട് ചെയ്യുകയാണെങ്കിൽ ആ റിജക്ഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പോൾ ആ പുസ്തകവും ഒരു സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്പെടും, റിജക്ഷൻ പ്രൂഫ് എന്നുള്ളത്. ഇപ്പം വലുതായി ചിന്തിക്കുന്നവർ ക്രിയാത്മകവും മുന്നോട്ട് നോക്കുന്നതും ശുഭാപ്തി വിശ്വാസം സൃഷ്ടിക്കുന്നതുമായ ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലും മറ്റുള്ളവരുടെ മനസ്സിലും വരച്ചിടുന്നതിൽ വിദഗ്ധരാണ്. ഇപ്പം നമ്മൾ തന്നെ പല ഇതിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സുഖമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് സുഖമാണ് എന്ന് പറയാൻ പേടിയാണ്, അല്ലെ? നമുക്ക് ഇനിയിപ്പം വല്ലവനും കണ്ടുകൊണ്ടിട്ട് എന്റെ സുഖം പോവോ എന്നുള്ളത് കൊണ്ട് നമ്മൾ പലപ്പോഴും പറയാറ് സുഖമൊന്നുമില്ല, ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ്. കാരണം പക്ഷെ ജീവിതത്തിൽ വിജയിച്ചവര് നമ്മൾ പറയാറ് വളരെ ഗംഭീരമായിരിക്കുന്നു, വളരെ മനോഹരമായിരിക്കുന്നു, അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ നമ്മളോട് ഉപയോഗിക്കാൻ വേണ്ടി പുസ്തകം പറയുന്നുണ്ട്. ഇതേ കാര്യങ്ങൾ ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ് എന്ന് പറയുന്ന ഒരു പുസ്തകവും പറയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ സീക്രട്ടിലും പറയുന്നത് തന്നെയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള വാക്കുകളാണ് നമ്മൾ അധികം ഉപയോഗിക്കുന്നെങ്കിൽ ആകർഷണ തത്വം, അല്ലെ, ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിലേക്ക് വരും. നമുക്ക് പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിൽ സംഭവിക്കും എന്ന് പറയുന്നുണ്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ 1-2 ഉദാഹരണം മാത്രം ഞാൻ പറയാം. പിന്നെ ചെറുതും നെഗറ്റീവ് മാനസിക ചിത്രങ്ങൾ സൃഷ്ടിക്കുന്ന ഭാഷാ പ്രയോഗങ്ങൾ, അതുകൊണ്ട് ഒരു ഉപയോഗവുമില്ല, നമ്മുടെ കാര്യം കഴിഞ്ഞു. ഇതാണ് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇത്. അതുകൊണ്ട് ഒരു ഉപയോഗവുമില്ല, നമ്മുടെ കാര്യം കഴിഞ്ഞു. അതിന്റെ പോസിറ്റീവായിട്ട് പറയും, നാം ഇപ്പോഴും
തീർത്തും പരാജയപ്പെട്ടില്ല, നമുക്ക് ശ്രമം തുടരാം, പുതിയൊരു രീതി നോക്കാം എന്നുള്ളത് അതിന്റെ ഒരു പോസിറ്റിവിറ്റിയാണ്. നിങ്ങളുടെ ഓർഡറുകൾ വളരെ ചെറുതാണ്, അതെല്ലാം ഒഴിവാക്കുക എന്ന് പറയുമ്പം അവരുടെ ഓർഡറുകൾ ചെറുതായിരുന്നു, അവരുടെ ആവശ്യങ്ങൾക്കായി കൂടുതൽ വിൽക്കാൻ നമുക്കൊരു പദ്ധതി തയ്യാറാക്കാം എന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ അതായത് നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ പറയാറുണ്ട്, പിന്നെ നമുക്ക് സൂക്കേട് വന്നാൽ എന്റെ സൂക്കേട് മാറട്ടെ എന്ന് പറയുന്നതിന് പകരം ഞാൻ ആരോഗ്യവാനായിരിക്കട്ടെ, നമ്മൾ അങ്ങനെയുള്ള പോസിറ്റീവ് വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ഇതിൽ കൊണ്ടുവരികയാണെങ്കിൽ, നമ്മൾ സംഭാഷണത്തിലൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് വലുതായി ചിന്തിക്കാൻ നമുക്ക് കഴിയും എന്ന് പറയുന്നു. വലുതായി ചിന്തിക്കുന്ന ഒരാളുടെ പദസമ്പത്ത് സ്വന്തമാക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് വിശദീകരിക്കാൻ വലുതും പോസിറ്റീവ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അത് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ നല്ല ഇതാണ് പറയുന്നത്. പിന്നീട് ഇതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഒരു കസ്റ്റമറുടെ വില എത്രയാണ് എന്നുള്ളതാണ്. നമ്മൾ ആരെയും വില കുറച്ച് കാണിക്കാൻ പാടില്ല. ഇത് ചിലപ്പോ ഇത് പറയുമ്പോൾ 80-20 റൂളിൽ നമ്മൾ പഠിച്ചു വെച്ച ഒരു റൂളിന്റെ ഒരു കോൺട്രഡിക്ഷൻ ആണെന്ന് തോന്നാറുണ്ട് ഇദ്ദേഹം പറയുന്നത്. അതിൽ പറയുന്നത്, ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു സെയിൽസ്മാൻ ഒരു കസ്റ്റമർ അധികം മൈൻഡ് ചെയ്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അയാൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് വളരെ ചെറിയ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ആ സെയിൽസ്മാൻ മറ്റൊരു സെയിൽസ്മാനോട് പറയുന്നത്, പിന്നെ ഇതില് ആ സൂപ്പർ മാർക്കറ്റിന്റെ ഓണർ കേട്ടതാണ്. അപ്പൊ ആ ലേഡിക്ക് വളരെ അപ്സെറ്റ് ആയിപ്പോയി. കാരണം ആ സെയിൽസ്മാൻ പറയുന്നത്, ആ ഒരു ചെറിയൊരു ഡോളറിന്റെ അല്ലേ, പോയ പോട്ടെ എന്നുള്ള കൺസെപ്റ്റില് നമ്മള് ചില കസ്റ്റമർ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരു ചെറിയ ബിസിനസ് അല്ലേ, അത് പോയാൽ പോട്ടെ എന്നുള്ള കൺസെപ്റ്റില് ആ സെയിൽസ്മാൻ ആ കസ്റ്റമറെ മൈൻഡ് ചെയ്തില്ല, ഗവനിച്ചില്ല. ആ കസ്റ്റമർ ആ ഷോപ്പിൽ നിന്ന് പോയി. അതിനുശേഷം ഈ സൂപ്പർ മാർക്കറ്റിന്റെ മേധാവി അവരുടെ റിസർച്ച് ടീമോട് ചോദിച്ചു, കഴിഞ്ഞ വർഷം ഏവറേജ് സെയിൽസ് ഒരു കസ്റ്റമർ എടുക്കുന്ന നമുക്ക് ഏവറേജ് സെയിൽസ് എത്ര ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ വളരെ ഞെട്ടിക്കുന്ന, ഓരോ കസ്റ്റമറും അവിടുന്ന് വാങ്ങിയത് നല്ല ഇതാണ്, നല്ല ഡോളർ, നല്ല സെയിൽ ഇതാണ്, പർച്ചേസുകളാണ് നടത്തിയിട്ടുള്ളത്. അപ്പൊ അതിനർത്ഥം ഇന്ന് ചിലപ്പോ ഒരു ചെറിയൊരു ഡോളറിന് സാധനം വാങ്ങാനായിരിക്കും നമ്മുടെ അടുക്ക വന്നിട്ടുണ്ടാവുക. പക്ഷേ അവര് നാളെ നമ്മൾ എങ്ങനെയാണ് അവരോട് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളതിന്റെ ബേസിൽ എന്ത് ചെയ്യും, നല്ല പർച്ചേസുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ റെക്കമെൻഡ് ഒക്കെ ചെയ്യും. അപ്പൊ ഒരു കസ്റ്റമറെയും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല, വില കുറച്ച് കാണാൻ പാടില്ല എന്ന് പറയും. നമ്മളൊക്കെ അനുഭവത്തിൽ നമ്മൾ പലപ്പോഴും ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകും. ഈവൻ എനിക്കൊരു ഇതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പിന്നെ ഞാൻ ആ കമ്പനിയുടെ പേര് പറയുന്നില്ല, അവരുടെ ഒരു ചാരിറ്റിന്റെ ഭാഗമായിട്ട് പിന്നെ അവരെന്ത് ചെയ്യാറുണ്ടെന്ന് വെച്ചാല് പിന്നെ ഒരു പൈസ കൊടുക്കാറുണ്ട് ചാരിറ്റിക്ക്. അപ്പൊ പിന്നെ ചില ദിവസങ്ങളിൽ അവിടെ നല്ല ക്യൂ ഉണ്ടാകും ആ ഷോപ്പിൽ. പക്ഷേ ഇതിന്റെ ചെയർമാൻ അവിടെ കൊടുത്ത ഇൻസ്ട്രക്ഷൻ എന്താന്ന് കരുതിയാല്, ചാരിറ്റിക്കാണെങ്കിലും നമ്മളെ കസ്റ്റമറോട് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ ബിഹേവ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ചാരിറ്റിക്ക് വന്നവരായാൽ പോലും അവർ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ചാരിറ്റി ആണെന്ന് ചിന്തിക്കാൻ പാടില്ല. അതെന്ത് ചെയ്യണം, അവരെ പിന്നെ കസ്റ്റമറെ എങ്ങനെയാണോ നമ്മൾ അവരെ കൺസിഡർ ചെയ്യുന്നത് അതേപോലെ കൺസിഡർ ചെയ്യണം എന്നാണ് പറയാം. അപ്പൊ അതിനുശേഷം ഞാൻ ഒരിക്കൽ നാട്ടിൽ നിന്ന് ഈ ചാരിറ്റി വാങ്ങുന്ന ഒരാളെ കണ്ടുമുട്ടിയപ്പോ അയാൾ എന്താ ചെയ്യുന്നത് വെച്ചാല്, അയാള് അതിന്റെ അടുത്തുള്ള എല്ലാവരെയും ഇങ്ങനെ കല്യാണം അതൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഷോപ്പിലേക്കാണ് അയക്കുന്നത്. കാരണം അയാൾ പറയുന്നത് അന്ന നോക്കുന്നത് അതെന്താണ്, അതൊരു വലിയൊരു ഇതാണ്. കാരണം ഇദ്ദേഹത്തിന്റെയും, അതായത് ഒരു കസ്റ്റമറെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ അടുക്ക് ആവശ്യത്തിന് വന്ന ഒരാളെയും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, വില കുറച്ച് കാണാൻ പാടില്ല. അവര് നമുക്ക് മറ്റുള്ള ഇതിലൊരു പാൽക്കാരന്റെയും പറയുന്നുണ്ടായിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരു ഇതാണ്. നമ്മൾ പാൽക്കാരൻ പിന്നെ ഒരു വീട്ടിൽ പോയി ചോദിച്ചപ്പോ പറഞ്ഞത്, എനിക്ക് പിന്നെ ഇത്ര ചെറിയ ആ വീട്ടിൽ ചെറിയ റിക്വയർമെന്റേ ഉള്ളൂ, പിന്നെ 1/2 ലിറ്റർ 2 ദിവസത്തേക്കൊക്കെ മതി എന്നുള്ളത്. അപ്പൊ പാൽക്കാരൻ അത് ഇങ്ങനെ ഗവനിച്ചില്ല. പിന്നീട് ഒരു 6 മാസം കഴിയുമ്പോൾ അവർക്ക് അവരുടെ പിന്നെ പേരമക്കളും അവരൊക്കെ സ്ഥിരമായിട്ട് വന്നപ്പോൾ അവിടെ ഒരു എന്ത് വന്നു, ഒരു 4 ലിറ്ററും 5 ലിറ്ററും ഒക്കെ സ്ഥിരമായിട്ട് ഡെയിലി വാങ്ങുന്നത്. അപ്പൊ ഇതിൽ അദ്ദേഹം പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരിക്കലും ഒരാളെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നു. പിന്നെ ഇത് നമ്മളെ 80-20 പ്രിൻസിപ്പിളിനൊരു കോൺട്രഡിക്ഷൻ ആണെന്ന് പറയാം. നമ്മളെന്താ പറയുന്നത്, നമുക്ക് പിന്നെ റവന്യൂ തരുന്ന പല പുസ്തകങ്ങളും പല ചിന്തകളാണ് തരുന്നത്. അപ്പൊ അതിൽ നമുക്ക് സ്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. ചിലപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പോയാൽ, പക്ഷെ ഇതും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉൾക്കൊണ്ട് നമ്മളെ ബിസിനസ്സിന് ഏതാണോ പറ്റുന്നത് അത് നമ്മൾ എടുക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. പിന്നെ ഇതില് പിന്നെ പറയുന്നത്, നിങ്ങളുടെ ടീമിന്, അതായത് പിന്നെ അവർക്ക് വേണ്ട പരിശീലനങ്ങൾ നൽകുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് വലുതായി ചിന്തിക്കുന്നതിന്റെ. എന്താണ് വഴക്കുകൾക്ക് കാരണം, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ
ഇത്രയുമാണ് വലുതായി ചിന്തിക്കുന്നതിനെ പറ്റിയിട്ട് പറയുന്നത്. പിന്നീട് ഈ പുസ്തകം നമ്മളോട് പറയുന്ന വേറെ ഒന്ന് രണ്ട് ആശയം എന്താണെന്ന് വെച്ചാൽ നന്നായി ഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മളൊരു ഓഫീസിലോ എവിടെ നിന്നും പോകുമ്പോൾ ചിലപ്പോഴൊന്നും നമ്മൾ പലരെയും ഇപ്പം ഫേസ്ബുക്ക് ചെയർമാനൊക്കെ പറയും അയാളൊക്കെ ടീഷർട്ടും അല്ലല്ലോ ഇടുന്നത്, പക്ഷെ പുള്ളി ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയി. പിന്നെ നമ്മൾ ഈ പഠനത്തിന്റെ കാര്യത്തിൽ ബിൽ ഗേറ്റ്സിനെ പറയുന്നത് പോലെ നമ്മൾ പലപ്പോഴും ഇവരെയൊക്കെ നമ്മൾ എക്സാമ്പിൾ ആയി എടുക്കും. പിന്നെ അയാള് ടീഷർട്ടാണ് ഉപയോഗിക്കുന്നത്, അപ്പൊ നമുക്കെന്താ ഓഫീസിലൊക്കെ പോകുമ്പോൾ അത് ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ പലപ്പോഴും അളക്കുന്നത് ഈ ഒരു വിധത്തിലൊക്കെ ആയിരിക്കും. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഓഫീസുകളിൽ പോകുന്നത്, അത് നമ്മുടെ കമ്പനിന് ഫേസ്ബുക്കിന് എല്ലാവർക്കും അറിയാം. അയാള് സുക്കർബർഗ് എന്തിട്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല, ഫേസ്ബുക്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളെ പോലുള്ള ഒരു കമ്പനി വേറൊരു ബിസിനസ്സിലൊക്കെ പോകുമ്പോൾ ഈ പുസ്തകം നമ്മളോട് പറയുന്നത് വെൽ ഡ്രസ്ഡ് ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറുടെ പോകുമ്പോൾ. കാരണം ഈ ഡ്രസ്സിലേക്ക് നിങ്ങൾ ചെയ്യുന്ന പൈസ, ചെലവാക്കുന്ന പൈസ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്നാണ് പറയുന്നത്. കാരണം ഇത് നിങ്ങൾക്ക് എന്ത് തരും, നിങ്ങൾക്ക് റവന്യൂ കൂട്ടിത്തരും നിങ്ങളുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പിന്നീട് ഇതിലൊരു പറയുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു എക്സാമ്പിൾ ഈ പുസ്തകത്തിന്റെ പിന്നീടുള്ള ചാപ്റ്ററുകൾ പറയുന്നത് 2 പെട്രോൾ പമ്പ് ഉണ്ട്. ആ 2 പെട്രോൾ പമ്പിൽ, അമേരിക്കയിലുള്ള 2 പെട്രോൾ പമ്പ് റോഡിന്റെ 2 സൈഡിലും ഉള്ളതാണ്. അതിൽ ഒരു പെട്രോൾ പമ്പിൽ എപ്പോഴും തിരക്കാണ്, മറ്റേ പെട്രോൾ പമ്പിൽ തിരക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇദ്ദേഹം ഒരു ദിവസം ഈ വളരെ തിരക്കുള്ള പെട്രോൾ പമ്പിൽ ഒന്ന് പോയപ്പോ അദ്ദേഹത്തിന് മനസ്സിലായത് ആ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചതിന് ശേഷം അതിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് 1-2 ടിപ്സുകളും കൊടുക്കുന്നു. കാർ എങ്ങനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയും അങ്ങനെയുള്ള കുറെ ടിപ്സുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായി. കാരണം ഇദ്ദേഹം നമ്മളോട് പറയുന്നത് നമ്മളൊരു ബിസിനസ് സർവീസ് പ്രൊവൈഡർ ആയാലും അല്ലെങ്കിൽ നമ്മളൊരു എംപ്ലോയി ആണെങ്കിലും നമ്മുടെ എംപ്ലോയർ എന്താണോ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അതിൽ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു പോയിന്റ് എങ്കിലും നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുക. ഇപ്പൊ നമ്മളൊരു ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സർവീസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു പോയിന്റ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് വരില്ല, നമ്മളെ കസ്റ്റമർ നമ്മളെ വിട്ട് പോകില്ല. അപ്പൊ അത് ഒരു പ്രദേശമോ ഒന്നും എന്തല്ല, ഇപ്പം ഞാൻ ഇന്ന സ്ഥലത്തായത് കൊണ്ടാണ് എനിക്ക് ബിസിനസ് കുറവ്, കാരണം അദ്ദേഹം ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ആ പ്രദേശത്തുള്ള എല്ലാവരും കോടീശ്വരന്മാർ ആകണ്ടേ. ഇപ്പം പ്രദേശങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഏത് തരത്തിലുള്ള ബിസിനസ്സോ ഒന്നുമല്ല വളരെ ഇമ്പോർട്ടന്റ്, നമ്മൾ എത്രത്തോളം അതിൽ നമ്മൾ സർവീസ് നമ്മൾ കൊടുക്കുന്നു, നമ്മൾ എത്രത്തോളം നമ്മൾ ക്വാളിറ്റി നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നു, ആ ക്വാളിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഇതായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മളുടെ ബിസിനസ് ഇംപ്രൂവ് ആകും എന്നുള്ളതാണ്. കാരണം ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, ക്രിയാത്മകമായി ചിന്തിക്കേണ്ടതിന്റെ ആവശ്യകതയും നമ്മള് പരാജയത്തെ എങ്ങനെ വിജയമാക്കാം എന്നൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ഞാൻ ഇവിടെ നിർത്തുന്നു, കാരണം ഇത് 2ാമത്തെ ദിവസമാണ്. ഈ പുസ്തകം വായിക്കുക, കാരണം ഇത് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്താൽ നിങ്ങൾ ആരും വായിക്കൂല ചിലപ്പോ. അപ്പൊ തീർച്ചയായിട്ടും ഇത് വായിക്കുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. കഴിഞ്ഞ 2 സെഷനിലൂടെ മനോഹരമായൊരു ബുക്കിൻ്റെ ഇതിവൃത്തമാണ് ശരിക്കും സാറ് നമുക്ക് നൽകിയത്. വളരെ മനോഹരമായി ആദ്യത്തെ പാർട്ടിൽ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ച് പറഞ്ഞു. 2ാമത്തത് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മൾ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ ഭയം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലാണ് തുടങ്ങിയത്. ഭയം അല്ലെങ്കിൽ പേടി എന്തുകൊണ്ടാണ് അതുണ്ടാകുന്നത്, അതിനെ ഓവർകം ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് നമുക്ക് ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട് വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ഭയങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ ഏതിലാണോ നിൽക്കുന്ന ആ ഒരു തലത്തിലുണ്ടാകാം. അപ്പം അതിനെയൊക്കെ ഓവർകം ചെയ്യുക. പിന്നെ നമ്മൾ പറയുന്നത് പോസിറ്റീവ് ഭയത്തെ നേരിടാൻ നമുക്ക് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ഒരു മൈൻഡ് ബാങ്ക് നമ്മുടെ കയ്യിലുണ്ടാകണം. പലപ്പോഴും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് പോകുന്നു അല്ലേ, അനുഭവങ്ങൾ കൃത്യമായിട്ടില്ല. മൈൻഡ് ബ്ലാങ്ക് ആകുമ്പോൾ എങ്ങനെ പുതിയ രീതിയിലേക്ക് പോകാൻ പറ്റുമെന്നുള്ള അനുഭവങ്ങൾ, നമുക്ക് അത് പോസിറ്റീവ് അനുഭവങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് നമ്മൾ പറഞ്ഞു. പിന്നെ പോസിറ്റീവ് ചിന്തകൾ നമ്മളെപ്പോഴും ഉണ്ടാക്കുക. പലപ്പോഴും നെഗറ്റീവ് ചിന്തകളുടെ ഒരു വലിയ മ്യൂസിയമായിട്ടൊക്കെയാണ് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്കെപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ, പിന്നെ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒരുപക്ഷെ അത് വളരെ ശ്രദ്ധേയമാണ്. നമ്മളാരും അത് അനുവർത്തിക്കുന്നില്ല എന്ന് വേണം ചിന്തിക്കാൻ അല്ലേ. നമ്മളൊരു ഫംഗ്ഷന് ചെല്ലുമ്പോൾ ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റിൽ പോയിരിക്കുക, നമ്മൾ മിക്കവാറും ഏറ്റവും പുറകിലായിരിക്കും എല്ലാവരെയൊക്കെ നോക്കി.
അങ്ങനെയുള്ള സാധ്യതകളാണ് കൂടുതലും കാണുന്നത്. പിന്നെ കണ്ണിൽ നോക്കി സംസാരിക്കണം, ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ വേണം. പിന്നെ നമ്മുടെ നടപ്പിൻ്റെ ശൈലി, അതിന് മാറ്റം, അതുപോലെ സംസാരിക്കാൻ പഠിക്കുക. എപ്പോഴും നല്ലവണ്ണം അല്ലെങ്കിൽ വിജയിച്ചവരുടെ വൊക്കാബുലറി ഒന്ന് നമ്മൾ നിരീക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണെന്ന് സാർ അത് പ്രത്യേകം പറഞ്ഞു. കാരണം അതിലൂടെയാണ് പലപ്പോഴും നമ്മൾ വിജയിക്കാനുള്ള ആ ഒരു തലം നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മളെ തന്നെ അവഗണിക്കരുത്. നമ്മുടെ ക്വാളിറ്റി കൃത്യമായിട്ട് എക്സ്പ്രസ്, നമുക്ക് 1 മിനിറ്റ് നേരം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊരു അവസരം കിട്ടിയാൽ നമ്മളിലുള്ള ഏറ്റവും ബെസ്റ്റ് പറയാൻ നമ്മൾ ശ്രമിക്കണം. പലപ്പോഴും നമ്മൾ അങ്ങോട്ട് എന്താ പറയും, എന്ത് പറയും, എന്തൊക്കെയാണ് എനിക്കുള്ളത്, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ ആരാണെന്ന് കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ല പ്രസൻറ്റേഷൻ, അത് എത്ര ചെറിയ സമയമാണെങ്കിലും ആ പ്രസൻറ്റേഷൻ ഏറ്റവും നന്നാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്കും നമ്മളെ മറ്റുള്ളവർ അറിയുന്നതിന്, ഈ ബുക്കിൽ തന്നെ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് മറ്റുള്ളവരായിട്ടുള്ള കണക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കണക്ടിവിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ളൊരു കാര്യം. പിന്നെ നമ്മളെല്ലാവരും ഒരു ബിസിനസ്സാണ്, നമ്മളെ തന്നെ വിൽക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ വിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഇടിച്ച് വിൽക്കുകയാണ്, നമ്മൾ വിലയില്ലാത്ത രീതിയിലാക്കുകയാണ്. നമുക്കൊരു വിലയില്ലെന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ വിലയെക്കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ വിലയെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ നമ്മുടെ വാല്യൂ നമ്മൾ തന്നെ കുറച്ച് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മൾ ആ ആറ്റിറ്റ്യൂഡ് കറക്റ്റായിട്ട് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ വില കൃത്യമായിട്ട് അറിയണം. പിന്നെ സാർ പറഞ്ഞു അതിൻ്റെ അകത്ത് 80-20 പ്രിൻസിപ്പിളും, അതുപോലെ തന്നെ സെയിൽസ്മാൻ്റെ വിലയെക്കുറിച്ചുള്ള കാര്യങ്ങളും. 80-20 പ്രിൻസിപ്പിൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് അല്ലേ, വ്യക്തിപരമായ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി 80-20 പ്രിൻസിപ്പിൾ നല്ലതാണ്. കാരണം എനിക്ക് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ 80% ആളുകൾ വേസ്റ്റ് ആയിരിക്കും, പക്ഷേ 20% നിന്ന് കിട്ടും. പക്ഷെ മറ്റേത് ഇൻഡസ്ട്രി, ഒരു മുതലാളി നോക്കുമ്പോൾ അയാളുടെ കസ്റ്റമറേയും കൂടെ കൂടുതൽ ചേർത്ത് പിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലത്തെ ആ പ്രോസസ്സും കൂടെ വേണ്ടി വരും. അപ്പോൾ എനിവേ വളരെ മനോഹരമായ ഒരു സെഷൻ തീർച്ചയായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒത്തിരി മൂല്യങ്ങളാണ് ഇതിനകത്ത് തന്നത്. അവസാനം സാർ പറഞ്ഞു വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. ആ ഡ്രസ്സും നമുക്ക് അല്ലെങ്കിൽ ആ പോസ്ചർ നമുക്ക് പലപ്പോഴും റവന്യൂ നൽകും എന്ന് പറയും. എങ്ങനെയാണ്, ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ ഈ പോയിന്റുകൾ നമ്മുടെ ലൈഫിൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫ്ലുവൻസുകൾ, ഈ ചേഞ്ചസ്, ഇതൊക്കെ നമുക്ക് ഒരു മനസ്സിൽ ഓർത്തുകൊണ്ട് ഒരു കമൻറ്റ് പറയുമ്പോൾ അതെനിക്ക് കൂടുതൽ പ്രയോജനകരമാണെന്ന് തോന്നുന്നു. എനിവേ ബൈജു സാർ, താങ്ക് യു. 2 ദിവസം 2 സെഷനിലൂടെ ഒരു ബുക്കിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടി. ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ തന്നെ കൂടുതൽ പവർഫുള്ളായിട്ട് നിർത്താൻ അല്ലേ, നല്ല കോൺഫിഡൻസോടെ നിലനിർത്താൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. വീണ്ടും ഇതുപോലത്തെ ബുക്കുകൾ നമുക്ക് ചർച്ച ചെയ്യാം. ബൈജു സാർ തന്നെ ഇതിനകത്ത് തന്നെ 3-4 ബുക്കുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ ബുക്കുകളൊക്കെ ഇതുപോലെ പ്രയോജനകരമാണ് എന്ന് പറഞ്ഞു. 7 ഹാബിറ്റ്സിൻ്റെ ഒരു ബുക്കിൻ്റെ പേര് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ റിജക്ഷൻ പ്രൂഫ് എന്ന് പറഞ്ഞൊരു ബുക്ക് സെയിൽസുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലൊക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞു. ആറ്റിറ്റ്യൂഡ് ഈസ് എവരിതിങ്. അപ്പോൾ ഈ ബുക്കുകളിലെല്ലാം കാതലായ മർമ്മങ്ങളുണ്ട്. അപ്പോൾ ഈ മർമ്മങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് എങ്ങനെ ചേർത്ത് വയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഇങ്ങനത്തെ ബുക്ക് റിവ്യൂയിലൂടെ നമുക്ക് കിട്ടുന്ന മെസ്സേജ്. അപ്പോൾ നല്ലൊരു ടേക്ക് അവേ ആയിരുന്നു. താങ്ക് യു ബൈജു സാർ, വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഉലഹനാൻ സാറിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ സൈക്കോളജിസ്റ്റ് ഉലഹനാൻ സാർ എന്നാണ് പറയുന്നത് നോക്കാം. സാർ അൺമ്യൂട്ട് ചെയ്യണേ. മ്യൂട്ട് ആവുന്നില്ലേ? ഓക്കെ. ഒറ്റ സങ്കടമാണ് സാറിൻ്റെ ക്ലാസ് നിർത്തിയപ്പോൾ. ഞാൻ വിചാരിച്ച ആ പുസ്തകത്തിൽ കുറേ ചാപ്റ്റർ കൂടെ സാറ് പതുക്കെ ഞങ്ങൾക്ക് തോണ്ടി തരുമെന്നാണ്. സാറ് പറഞ്ഞ് അങ്ങനെ ഫ്രീ ആയിട്ട് പെട്ടെന്നുള്ള ഒരു മനസ്സിലാക്കൽ വേണ്ട, നിങ്ങൾ നിങ്ങളുടെ ഇൻപുട്ട് കൂടെ അതിനകത്ത് ഇടുക. പിന്നെ നമ്മളൊക്കെ സ്നേഹത്തോടെ കുറച്ച് കഴിയുമ്പോൾ സാറേ ബാക്കി ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ബൈജു സാറ് തീർച്ചയായിട്ടും തരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. സാർ 2-3 കാര്യങ്ങളാണ് നമ്മളോട് വളരെ കൃത്യമായി പറഞ്ഞത്. അതിലൊന്ന്, യു അപ്രോച്ച് എ പേഴ്സൺ വിത്ത് എ സ്മൈൽ. സക്സസ്സിലേക്കുള്ള ഒറ്റമൂലിയാണത്.
നമ്മളുടെ മുഖം പ്രസന്നമായിക്കൊണ്ട് ഒരാളോട് കടം ചോദിക്കാൻ പോവുകയാണെങ്കിൽ പോലും നമ്മൾ പ്രസന്നമായൊരു മുഖത്തോടു കൂടി ചെല്ലുമ്പോൾ 90% നമുക്കത് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ അനുഭവങ്ങളിൽ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം എൻ്റെ അനുഭവത്തിലുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ബി പോസിറ്റീവ് ആൻഡ് ബി വിത്ത് ദ പോസിറ്റീവ്. പൈസറെ എൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് അത് തന്നെയാണ്. ബി പോസിറ്റീവ് ആൻഡ് ബി വിത്ത് ദ പോസിറ്റീവ്. പലപ്പോഴും നമ്മൾ പോസിറ്റീവ് അല്ല, നെഗറ്റീവായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയും ഈ പോസിറ്റീവായിട്ട് ഓടുന്നവരുടെ പുറകെ എത്താൻ പറ്റുമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ദേ വിൽ നോട്ട് അക്സെപ്റ്റ്. സാറ് പറഞ്ഞ കാര്യം അത് തന്നെയാണ്. കണ്ണിൽ നോക്കി സംസാരിക്കാൻ കഴിയണമെങ്കിൽ യു ഷുഡ് ഹാവ് കോൺഫിഡൻസ്. ഈ കോൺഫിഡൻസ് വലിച്ച് പുറകോട്ട് കളയുന്നതും ഭയമാണ്. എല്ലാറ്റിനെ കുറിച്ചും ഒരു പ്രീ കൺസെപ്റ്റ് ആ കാര്യത്തിലുണ്ട്. ഭയം. ഈ ഭയത്തെ കൊല്ലാൻ ഒരാൾക്കേ പറ്റുള്ളൂ. കോൺഫിഡൻസിന് മാത്രമാണ് അത് ചെയ്യാൻ പറ്റുക. അവിടെ ഞാനൊരു ചെറിയ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നമ്മളൊരു കണ്ണാടി എടുത്തിട്ട് നമ്മളെ കാണുമ്പോൾ, നാം മുഖം കാണുമ്പോൾ, ബാക്കിയൊക്കെ പോട്ടെ, നമ്മൾ എവിടെയൊക്കെ ആയിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക? അൺമ്യൂട്ട് ചെയ്ത് 1-2 പേർക്ക് പറയാം. മുഖത്തായിരിക്കും, ഫേസിലായിരിക്കും. പറയാം സാർ. നമ്മുടെ ഫേസിലായിരിക്കും നോക്കുന്നത് മെയിനായിട്ട്. ആ, പിന്നെ മുഖത്തിന്റെ സൗന്ദര്യം, സ്മൈലുണ്ടോ? ബൈജു സാറേ. സാർ. ആ, ഓക്കെ. ഞാനതിൻ്റെ ഉത്തരത്തിലേക്ക് വരികയാണ്. പലപ്പോഴും നമ്മുടെ മുന്നിൽ നമ്മുടെ ജീവൻ നമ്മളിൽ ഉണ്ടോ എന്നറിയാൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ കണ്ണുകളാണ്. അതിൽ ആ കൃഷ്ണമണി അതിനുള്ളിലൂടെ ഒരു ചെറിയ ഓട്ട, അത് അപ്പ് ആൻഡ് ഡൗൺ കാണുന്നതിന് വേണ്ടി. ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കുക. നമ്മുടെയൊക്കെ കണക്കിൽ നമ്മൾ കൈയൊക്കെ വെച്ച് നോക്കി, തൊണ്ടയുടെ ഇവിടെ വെച്ച് നോക്കി, നമ്മുടെ കണക്കിൽ അദ്ദേഹം മരിച്ചു. പക്ഷെ നമുക്കത് പറയാനുള്ള ധൈര്യമില്ല. നമുക്ക് ഭയമാണ് അവിടെയും. വേണ്ട, നമ്മളത് അനൗൺസ് ചെയ്യണം. നമുക്കൊരു ഡോക്ടറെ വിളിക്കാം. അദ്ദേഹം വരുന്നു. നമ്മൾ ചെയ്ത പ്രക്രിയകളൊക്കെ തന്നെയാണ് അദ്ദേഹവും ചെയ്യുന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നൊരു ചെറിയ പെൻ ടോർച്ച് എടുത്തിട്ട് നമ്മുടെ കണ്ണുകളിലേക്ക് അതടിക്കും. ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചലിക്കും. ജീവനില്ലെങ്കിൽ അനങ്ങില്ല. അയാൾ മരിച്ചു എന്നൊന്നും പറയുന്നില്ല. ആ തുറന്ന കണ്ണുകളെ പതുക്കെ മൂടിക്കളയും. അപ്പോൾ ആ മരണം പോലും നിശ്ചയിക്കുന്ന നമ്മുടെ കണ്ണുകളിലേക്ക് നമ്മൾ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ കാര്യമായി ശ്രദ്ധിക്കാറില്ല. ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കും. നമ്മുടെ ലൈഫ് നിൽക്കുന്നത് ഈ കണ്ണിലാണ് എന്ന കാര്യം വിട്ടുകൊണ്ട് ബാഹ്യമായ ചില നോട്ടങ്ങളും അർത്ഥങ്ങളും മാത്രം നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് ആവശ്യമാണ്. ആ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ കണ്ണാടിയിലൂടെയെങ്കിലും നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കി നാം സംസാരിക്കുക. എന്നെക്കുറിച്ച് ഞാൻ സംസാരിക്കുക. അത് പൊതുവേദിയിൽ നമുക്ക് സംസാരിക്കാനുള്ള എളുപ്പമാർഗമായിട്ട് കഴിയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ എവിടെയും വിജയിക്കുകയുള്ളൂ. കോൺഫിഡൻസ് ഉണ്ടാവുക, ആത്മധൈര്യം ഉണ്ടാവുക. അതിന് നാം നമ്മെ തന്നെ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ സാറ് പറഞ്ഞ ആ മുൻനിരയിൽ നമുക്ക് പോയിരിക്കാൻ പറ്റുള്ളൂ. എന്നെ ശ്രദ്ധിക്കണമെങ്കിൽ ഞാൻ മുൻനിരയിൽ ഇരിക്കണം. അതിന് കോൺഫിഡൻസ് ആവശ്യമാണ്. അതിന് ഞാൻ എന്നിൽ നിന്ന് ഉണർത്തുക, എന്നെ തന്നെ ഉണർത്തുക. കുറേ നല്ല ആശയങ്ങൾ നമുക്ക് കിട്ടി. വളരെ സന്തോഷം സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു. സാർ പറയും. ഓക്കെ സർ, താങ്ക് യു സർ. ദ ആർട്ട് ഓഫ് തിങ്കിങ് ബിഗ് എന്ന പുസ്തകത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും നമ്മളെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. പലപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിനെ പോലും
അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം മാൻ ഈസ് ദ റൂഫ് ആൻഡ് ക്രൗഡ് ഓഫ് ഓൾ ക്രിയേഷൻസ്. എല്ലാ സൃഷ്ടികളുടെയും മകുടമാണ്. നമ്മളെ എത്രയധികം സൂക്ഷ്മമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ തന്നെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ നമ്മൾ മറ്റുള്ളവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മഹത്വം മനസ്സിലാക്കി ആണ് നമ്മൾ ഇടപെടുവാനായിട്ട്. ഇപ്പം നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ പറഞ്ഞു, നമ്മുടെ ഈ ലോറൻസ് സാർ പറഞ്ഞ പോലെ കോൺഫിഡൻസോടുകൂടി സംസാരിക്കണം. അതായത് അങ്ങനെ സംസാരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ ഇമ്പ്രഷൻ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ അവരെയും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു രീതിയിൽ നല്ല കണക്ഷൻ, നല്ല കോൺവെർസേഷൻ, നല്ല രീതിയിലുള്ള ഇൻറ്ററാക്ഷൻ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അത് ജീവിതത്തിൽ വലിയൊരു വിജയമാണ്. അത് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. അത് നമുക്ക് വളരെയധികം എന്താ പറയുന്നത്, നമ്മുടെ പുഞ്ചിരി അതുപോലെയുള്ള ഈ ഭാഗ്യമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടതാണ്. എവിടെയെങ്കിലും നമ്മൾ സ്റ്റേജിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ എല്ലാം കുളമായി പോകുന്നുള്ള രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അത് കുളമായി പോകും. എന്നാൽ ഇന്ന് ഞാൻ വളരെ ധൈര്യത്തോടു കൂടി പ്രസംഗിക്കാൻ പോവുകയാണെന്നുള്ള ആ വലിയ ചിന്തയോടുകൂടി പോയാൽ, ആ കോൺഫിഡൻസോടുകൂടി പോയാൽ നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കും. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കുന്ന അഫർമേഷൻസ് സബ് കോൺഷ്യസ് മൈൻഡിന് സ്വയം ചിന്തിക്കാൻ കഴിയില്ല. അത് അപ്പാടെ വിശ്വസിച്ചിട്ട് നമ്മളിൽ കൂടി അത് പ്രവർത്തിക്കും. നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. നമ്മൾ പറയാറില്ല, കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറയുന്ന പോലെ, വാട്ട് യു ആർ ഗെറ്റിംഗ് ഇൻസൈഡ് ദറ്റ് ഈസ് കമ്മിങ് ഔട്ട്. ഗാർബേജ് ഔട്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ ഉള്ളിലേക്ക് ഗാർബേജാണ് വിടുന്നതെങ്കിൽ, നെഗറ്റീവ് തോട്ട്സ് ആണ് വിടുന്നതെങ്കിൽ നെഗറ്റീവായിട്ടുള്ള പ്രതികരണമായിരിക്കും നമ്മുടെ ഉണ്ടാകുന്നത്. അപ്പം ദ ആർട്ട് ഓഫ് തിങ്കിങ് ബിഗ് എന്നുള്ള ഈ പുസ്തകം ഒരുപാട് വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പുസ്തകം വായിക്കണം എന്നുള്ള വലിയൊരു ജിജ്ഞാസ, വലിയൊരു ത്വര എനിക്ക്, വലിയൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കാനായിട്ട് നമ്മുടെ ബൈജു സാറിൻ്റെ ഈ ക്ലാസ്സിൽ സാധിച്ചു. അത് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഈ പറയുന്നതായിട്ടുള്ള വലിയതായിട്ടുള്ള ആഗ്രഹം സൃഷ്ടിക്കും എന്നുള്ള വലിയ പ്രത്യാശയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ബാക്ക് ടു സാബു സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഇനി ആരത് അഡ്മിറ്റ് ചെയ്യുന്നേ? നമ്മൾ കേട്ട ബുക്കിനെ കുറിച്ചൊരു കമൻറ്റ് വായിച്ചിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ? ഈ ബുക്ക് ഉണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻസ് തരാനുണ്ടെങ്കിൽ തരാം. എല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ അല്ലേ? Anybody else? അത് ബുക്ക് വായിച്ചിട്ടില്ല, പക്ഷെ സംഭവം മുഴുവനും കേട്ട്. അപ്പം സാബു സാറിന് അതുപോലെ ബൈജു സാറിന് ബിഗ് സല്യൂട്ട്. സാറിന്റെ എന്താ പറയേണ്ടത്, പ്ലാറ്റ്ഫോമില് നമ്മളാക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ സാറിന്റെ. അതുകൊണ്ടാണല്ലോ നല്ല വ്യക്തികളെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു എന്താ പറയണ്ടത്, ഈ ക്ലാസ്സിൽ ഈ ബുക്കിൽ പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു സംഭവമാണ്. കാരണം നമ്മൾക്ക് നന്മകൾ മാത്രമേ എല്ലാവർക്കും കൊടുക്കണ്ടെന്നുള്ള ചിന്തിക്കുന്നതുകൊണ്ടാണ് സാറ് നല്ല ക്ലാസ് എടുക്കാൻ നല്ല ആൾക്കാർ തപ്പി നടക്കുന്നതും അത് ഈ പ്ലാറ്റ്ഫോമിൽ എത്തിക്കുന്നതും. അല്ലാതെയും കുറെ അവസരങ്ങളെല്ലാം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതും നല്ല കാര്യമാണ്. അപ്പം ഇതില് ബൈജു സാറ് പറഞ്ഞ പോലെ തന്നെ ലൈഫില് ഒരുപാട് കാര്യങ്ങള് നമ്മൾ തന്നെ നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് ജീവിക്കണമെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടായേ പറ്റുള്ളൂ. അല്ലാതെ കണ്ട് മനസ്സിന് എപ്പോഴും നല്ല ചിന്തകളില്ലാതെ നമ്മളെ വിഷമങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും, അതിൽ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ വിഷമങ്ങൾ ചിന്തിക്കുന്ന മാത്രമല്ല, അടുത്ത ആരെങ്കിലും കിട്ടിയാൽ ആ വിഷമങ്ങൾ മുഴുവൻ അവർക്ക് ഇങ്ങനെ പകർത്തിട്ട് അവരെ കൂടി വിഷമിപ്പിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് കരയിക്കുകയൊക്കെ ചെയ്യും. നീ കണ്ടില്ലേ എന്റെ വിഷമം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് വേണ്ട. സാധാരണ നമുക്ക് എന്തെങ്കിലും ലൈഫില് ഉയർച്ചയിലേക്ക് എത്തണമെങ്കിലും മറ്റുള്ളവരെ നമ്മൾ ഇഷ്ടപ്പെടണമെങ്കിലും നമ്മള് നല്ല രീതിയിൽ ജീവിക്കണം. അത് പറയുമ്പോ നമ്മള്
ഈ ട്രെയിനിൽ പോകുമ്പോ ജോലിക്ക് പോകുമ്പോണ്ടല്ലോ സാറേ, നല്ല വീട്ടില് നല്ല തിരക്കുള്ള, അതായത് 2 കുട്ടികള്, പിന്നെ വീട്ടില് അന്നേരം മെഷീനുകളൊന്നുമില്ല, എല്ലാം കൈകൊണ്ട് ചെയ്യുന്ന പണികളാണ്. അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ട്രെയിനിൽ പോവുക. അത്ര സമയം 1.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ യാത്ര ചെയ്യുമ്പോ നമ്മളിങ്ങനെ പാട്ട് പാടിക്കൊണ്ട് ഇങ്ങനെയൊക്കെ പോവുക. അപ്പൊ തെക്കുന്നുള്ള ഒരു നേഴ്സിംഗ് അസിസ്റ്റന്റ് വന്നു. അവര് കുറച്ചു ദിവസം എന്നെ പരിചയപ്പെട്ടിട്ട് എന്നോട് ചോദിച്ചു, സോറി വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ പറയുമ്പോ ക്ഷമിക്കണം, രമേശി ഞാൻ നിങ്ങളെ പറ്റിയിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ചോദിച്ചു, എന്താ പറഞ്ഞോ, പ്രശ്നമൊന്നുമില്ല. അല്ല, നിങ്ങൾ ആരെങ്കിലും ഒന്ന് പരിചയപ്പെട്ട റബ്ബർ സ്റ്റാമ്പ് പതിച്ച പോലെയാണ്, മനസ്സൊന്നും മായൂല, എല്ലാരും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു ഈ വണ്ടിയിൽ വരുന്നത്. കാരണം നമ്മൾ എവിടെ എത്തിക്കഴിഞ്ഞാലും ഉണ്ടല്ലോ സാറേ, നമ്മൾ ആ ഫ്രണ്ട് സർക്കിളിന്റെ ഇടയിൽ അവർക്ക് പല വിഷമങ്ങൾ ഉണ്ടാവും. കാരണം ചിലപ്പോ വീട്ടില് അരി വന്നിട്ടുണ്ടാവില്ല, അപ്പൊ അടുത്തുള്ള പ്രായമുള്ള അമ്മേനെ ഏൽപ്പിച്ചിട്ടായിരിക്കും വരിക കുട്ടികൾക്ക് കൊടുത്തുവിടാൻ വേണ്ടിട്ട്. അതെല്ലാം നമ്മൾ മറക്കണം. ചിലവർ പറയും ഇസ്തിരിപ്പെട്ടി ഓഫ് ആക്കിയോ ഇല്ലയോ, എനിക്ക് സംശയമാണെന്ന് പറയും. അതെല്ലാം മറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാരും കൂടി സന്തോഷിച്ചിട്ട് പിന്നെ ആ ഒരു നല്ല ഇതോടുകൂടി ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ ജോലി ചെയ്യാനെല്ലാം നല്ല സുഖം ഉണ്ടാവും. പിന്നെ ഈ ചിരിക്കുന്ന കാര്യം, ഒരാള് കണ്ടിട്ട് ചിരിച്ചില്ലെങ്കിൽ അതും പ്രശ്നമുള്ളവരുണ്ട്. അവനെന്താ ഇന്ന് രാവിലെ കണ്ടിട്ട് ചിരിക്കാത്ത, കാരണം മനുഷ്യൻ എന്തെങ്കിലും ചിന്തിച്ചോണ്ട് പോകുമ്പോ ചിലപ്പോ കണ്ടിട്ടേ ഉണ്ടാവില്ല ഈ സുഹൃത്തിനെ. അത് ചിന്തിച്ചോണ്ട് പിന്നെ രാത്രി കിടന്നുറങ്ങുന്നവരെ, പിന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് അവരെ കാണുന്നവരെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് അത് അവരോട് പറയുന്ന ആൾക്കാരും ഉണ്ടാകാറുണ്ട്. അതുപോലെ ഹോസ്പിറ്റലിലെല്ലാം എത്തിക്കഴിയുമ്പം നമ്മൾ കാണാറില്ലേ, നല്ല ആക്സിഡന്റ് പറ്റിയിട്ട് പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ടാവും, അച്ഛ ഒന്നും ചോദിക്കല്ലേ. അവിടെ എത്തിയിട്ട് അങ്ങനെ നല്ല പ്ലാസ്റ്റർ ഇട്ടിട്ടുമല്ല, എന്തെങ്കിലും പ്രശ്നമായിട്ട് കിടക്കുമ്പോ അയ്യോ എനിക്ക് ഇങ്ങനെ പറ്റുമോ, എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞത്, ഓഹോ എന്നൊക്കെ കേട്ടിട്ട് നേരെ മറിച്ച് ഓ ഇത്രയല്ലേ പറ്റിയുള്ളൂ, ഇതൊന്നും സാരമില്ല, ഇതെല്ലാം മാറുന്ന കാര്യമല്ലേ എന്നെല്ലാം പറഞ്ഞാൽ അവരും ഹാപ്പി, നമ്മളും ഹാപ്പി കേൾക്കുമ്പോ. ചിരിക്കുന്നത് വളരെ സംഭവമാണ് സാറേ. എല്ലാരും കാണുമ്പം നമുക്ക് വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു മനസ്സിന്റെ കോണിൽ ഒളിപ്പിച്ചിട്ട് നല്ലവണ്ണം ചിരിച്ചാല് അതന്നെ ഒരു സന്തോഷമാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ മാത്രം പറയുന്നില്ല, ഇനി പറയാൻ ആൾക്കാരുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. തീർച്ചയായിട്ടും വലിയ വലിയ Thank you. അനുഭവങ്ങളാണ്. നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് ബാങ്കിങ് എക്സ്പീരിയൻസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞതിൽ നമുക്കത് ചേർത്ത് വെക്കാം. കാരണം നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് എക്സ്പീരിയൻസ് എല്ലാം നമുക്ക് ഉപയോഗിക്കാം, മറ്റുള്ളവർക്ക് അത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഉപയോഗിക്കാനും സാധിക്കും. ഇനി ആരാ പറയുന്നത്? സുജാത മാം ഉണ്ട്, ഷാജഹാൻ സാറുണ്ട്, സ്നേഹലത മാം, സാം മാത്യു, കുഞ്ഞോയ് മാസ്റ്റർ. യെസ്, കുഞ്ഞോയ് മാസ്റ്റർ പറയും. സാർ ഞാൻ പറയാം. പറയും. താങ്ക് യു സാർ, ബൈജു സാർ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല, പക്ഷെ അതിലെ കണ്ടൻസ് ജീവിതത്തിലുടനീളം മനസ്സിലാക്കുന്ന ഒരാളാണ്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ സൂപ്പറായിട്ട് ജീവിക്കുക. ഫസ്റ്റ് നമ്മുടെ തിങ്കിങ്, തോട്ട്സ്, പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, എല്ലാറ്റിനും സൂപ്പർ. ഈ ദുനിയാവിന് യാതൊരു വിലയും കൽപ്പിക്കരുത്. നമ്മൾ ഉള്ള കാശ് കൊണ്ട് വെൽ ഡ്രസ്സിങ്, ഏറ്റവും നല്ല ഹോട്ടലിൽ കയറി ഭക്ഷണം, ടോപ്പ് ലെവലിൽ ജീവിക്കുന്ന സുഹൃത്തുക്കൾ, ഏറ്റവും നല്ല വാഹനം, ഇതൊക്കെ ഇവിടെ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഇതുപയോഗിച്ചുകൊണ്ടുള്ള കണക്ഷൻസ്, ബന്ധങ്ങൾ, ഏത് കാര്യവും നമുക്ക് നേടിയെടുക്കാൻ കഴിയും, ജീവിതത്തിൽ വിജയിക്കാനും കഴിയും. അങ്ങനെയുള്ള ഒത്തിരി സുഹൃത്തുക്കൾ എനിക്കറിയാം, ഒത്തിരി പേരുണ്ട്. അവരെ ജീവിതം അവർ സൂപ്പറായിട്ട് ജീവിക്കും. ആരെങ്കിലും കാണാൻ പോവുകയാണെങ്കിൽ ബെൻസ് എസ് ക്ലാസ് മോഡൽ വണ്ടി, സൂപ്പർ ഡ്രസ്സ്, സ്മൈലിംഗ് ഫേസ്, ചെലവഴിക്കുന്നിടത്ത് യാതൊരു ലുബ്ധതയും കാണിക്കാതെ ലക്ഷറി ഹോട്ടലിൽ കയറിയിട്ട് സുഭിക്ഷ ഭക്ഷണം, അതുപോലെ ദാനധർമ്മങ്ങൾ, ഡൊണേഷൻസ്, എല്ലാറ്റിലും മുന്നിൽ നിൽക്കുക. വിജയം അങ്ങനെയുള്ള ആളുകൾക്കുള്ളതാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കുറേ പ്രയാസങ്ങളുണ്ട്. അങ്ങനെ ജീവിക്കാനും കുറച്ച് മനോധൈര്യവും പരിചയമൊക്കെ വേണം. അങ്ങനെയുള്ള ആളുകൾക്കുള്ളതാണ് ഈ ലോകത്തിലെ വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ പഠിച്ചതും അങ്ങനെയാണ്. ഓക്കെ, ഇനി ഇതുപോലെയുള്ള പുസ്തകങ്ങൾ പരിചയപ്പെടുത്താൻ ബൈജു സാർ മുന്നോട്ട് വരണമെന്ന് അപേക്ഷിക്കുകയാണ്. താങ്ക് യു ഓൾ വൺസ് അഗെയിൻ.
ഓക്കെ. താങ്ക് യു സാർ. തീർച്ചയായും നല്ല അനുഭവങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഇനി വേറെ ആരോടാ? രമ മാം, രമാദേവി മാം, ശുദ്ധോനം ഡോക്ടർ ഉണ്ടോ? സവിത മാം, ഹലോ സജ- സാർ. ഞാൻ പറയാം സാറേ. ആ പറയൂ 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 പറയൂ. പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ ഇപ്പഴാ കേൾക്കുന്നതിന് സത്യം പറഞ്ഞ എപ്പോഴാണ്. പിന്നെ ഇതിന്റെ ചില ഉള്ളടക്കം അവതരിപ്പിച്ച ബൈജു സാറിന് വളരെ നന്ദി. പിന്നെ സാബു സാറിനും നന്ദി. അപ്പൊ സാറിന്റെ ഈ ഇത് പറഞ്ഞത് മനസ്സിലായത് ഏത് മേഖലയിലും നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ ഒരു ധൈര്യം വേണം. ധൈര്യം വരണമെങ്കിൽ ഒരു ആത്മവിശ്വാസം വേണം. പക്ഷെ ആത്മവിശ്വാസം ഇല്ലാത്തതിന്റെ പ്രധാന കാരണം പേടിയാണ്. അത് എന്തെങ്കിലും ചെയ്യില്ല. അപ്പം ആ ഭയത്തെ, ആ ആത്മവിശ്വാസത്തെ കെടുത്തുന്ന ഭയത്തെ മാറ്റാൻ നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ അല്ല, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് കൂടുതലായിട്ട് നെഗറ്റീവ് തോട്ട്സിന്റെ ഒരു മ്യൂസിയം ആണെന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് തോട്ട്സുമായിട്ട് അത് റീപ്ലേസ് ചെയ്യണം എന്നാണ്. പക്ഷെ അതിന് കുറച്ച് പ്രാക്ടിക്കലായിട്ടൊക്കെ ഉള്ള കാരണം നെഗറ്റീവ് തോട്ട്സ് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരും. പക്ഷെ പോസിറ്റീവ് തോട്ട്സ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ കോൺഫിഡൻസ് കൂട്ടാനുള്ള 5 വഴികൾ സാർ പറഞ്ഞു. ഇതെല്ലാം തന്നെ എന്നിട്ട് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നമ്മളെയും വില കുറച്ച് കാണരുത്, മറ്റുള്ളവരെയും നമ്മൾ വില കുറച്ച് കാണരുത്. എല്ലാവർക്കും ബഹുമാനം കൊടുത്ത് നമ്മൾ ഒരു സെൽഫ് എസ്റ്റീം നമുക്ക് ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത്. പിന്നെ താങ്ക്സ് സാർ. ഓക്കെ, താങ്ക് യു മാം. സുജാത മാം പറഞ്ഞു. ഹലോ സാർ. പറയും. ഗുഡ് ഈവനിങ് സാർ. ഞാൻ നേരത്തെ ഉള്ള ക്ലാസ് കേട്ടില്ലായിരുന്നു. ഓ, ഇന്നാണ് ലിങ്ക് കണ്ടത്. യൂട്യൂബിലുണ്ട്, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചത്തെ ക്ലാസ്. ഇല്ലെങ്കിൽ എനിക്കൊന്ന് അതാ. ചെയ്താൽ ചെയ്യാൻ നമ്മളിടുന്ന ലിങ്കിൻ്റെ അകത്ത് ഇതുവരെ നടന്ന 70ഓളം ബുക്ക് റിവ്യൂവിൻ്റെ ലിങ്ക് കൂടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ എപ്പോഴും പോസ്റ്റ് ചെയ്യാറുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതാ അറിഞ്ഞില്ലായിരുന്നു സാർ. ഏത് ബുക്കാ എന്റെ കാര്യം പറയുന്നതെന്ന്? അല്ല, ഇന്ന് മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന് പറഞ്ഞ ബുക്കാണ് പറയുന്നത്. ആഹാ. ഇതുപോലെ നമ്മൾ 70 ചെയ്തിട്ടുണ്ട്, 70 ബുക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബുക്കുകളുടെ എല്ലാം വീഡിയോസ് അതിൻ്റെ ആ ലിങ്കിൻ്റെ അകത്തുണ്ട്, ആ ലിങ്കിലുണ്ട്. ഇന്നാ ഇത് കണ്ട് ഇന്ന് ക്ലാസ്സിന് കയറിയത്. എല്ലാ ബുധനാഴ്ചകളിലും നമുക്ക് ബുക്ക് റിവ്യൂ ഉണ്ട്. ഓരോ ദിവസവും ഓരോ ടോപ്പിക്കുകളാണ്. തിങ്കളാഴ്ച ദിവസം നമ്മൾ സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും. ചൊവ്വാഴ്ച സ്റ്റോറിയാണ്. ബുധനാഴ്ച ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇതാണ്, ബുക്ക് റിവ്യൂ ആണ്. വ്യാഴാഴ്ച ഹെൽത്ത് അല്ലെങ്കിൽ മെഡിറ്റേഷൻ്റെ ക്ലാസ്സുകളായിരിക്കും, മൈൻഡ്ഫുൾനെസ് ആയിട്ട് ബന്ധപ്പെട്ട്. വെള്ളിയാഴ്ച നമ്മൾ തിരുക്കുറൽ എന്ന് പറഞ്ഞൊരു സ്പിരിച്വൽ ബുക്കിനെയാണ് പഠിക്കുന്നത്. ശനിയാഴ്ച നമ്മൾ പലതരത്തിലുള്ള വിഷയങ്ങളായിരിക്കും. അത് എല്ലാ ദിവസവും ലിങ്ക് ഇല്ലല്ലോ സാർ? എല്ലാ ദിവസവും ഒരേ ലിങ്കാണ്. എല്ലാ ദിവസവും ഉണ്ട്, ഒരേ ലിങ്ക് തന്നെ ആയിരിക്കും. ഈ സെയിം ലിങ്കിൽ തന്നെ കയറി കഴിഞ്ഞാൽ നാളെയും കയറാം. ആ ടോപ്പിക്ക് മാറും. ആ ലിങ്കിൽ ജോയിൻ ചെയ്യാനുള്ള ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ അത് ജോയിൻ ചെയ്താലും അറിയാം. ഓക്കെ, ശരി സാർ. ഓക്കെ. സവിത മാം പറഞ്ഞോളൂ. പറഞ്ഞായിരുന്നു അഡ്മിറ്റ്. ഞാൻ ബൈജു ഭാസ്കറിന്റെ ക്ലാസ്സുകൾ വളരെ നേരത്തെ മുതലേ, കൊറോണ കാലത്ത് മുതലേ കേൾക്കാറുണ്ട്. പിന്നെ ഇന്നാണ് ഞാൻ ശരിക്കും ഇതുപോലൊരു സീരീസ് ആയിട്ട് വരുന്നത് ഞാൻ ഇന്നാണ് ശ്രദ്ധയിൽപ്പെട്ടത്. കണ്ണൂർ പോസിറ്റീവ് വോയിസിന്റെ ഒരു പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഗ്രൂപ്പിൽ ഇന്നാണ് ഞാനുള്ള ആ ഒരു ഗ്രൂപ്പില് ഈ പോസ്റ്റർ വന്നത്. ശരിക്കും നമ്മള് എന്താണ് പുസ്തകം വായിക്കാനുള്ള പ്രചോദനം തന്നെയാണ് ശരിക്ക് മറ്റുള്ളവരോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ഗുണകരമായ കാര്യം എന്നെപ്പോഴും തോന്നാറുണ്ട്. നമ്മൾ വായിച്ച പുസ്തകത്തെ ഏറ്റവും മനോഹരമായി അതിന്റെ സൂചനകൾ മാത്രം മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സെഷനായിരുന്നു അത്. പുതിയൊരു കാര്യമായിട്ട് ഞാൻ പറയുമല്ല, ഞാൻ എല്ലാ സെഷനുകളിലും എനിക്ക് അത്തരത്തിലുള്ള ഒരു ഫീഡ്ബാക്ക് തന്നെയാണ് പറയാനുണ്ടാവാറുള്ളത്. അപ്പൊ വളരെ യൂസ്ഫുൾ ആയി. പുസ്തകങ്ങള് എപ്പോഴും നമുക്ക് ഏറ്റവും ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുള്ള അനുഭവങ്ങൾ ധാരാളം ഉണ്ട്. നല്ല ഒരു മാതൃകാപരമായ ഒരു സെഷനാണ് ബൈജുവിന്റെ എല്ലാ ക്ലാസ്സുകളും. ഒട്ടുമിക്ക ക്ലാസ്സുകളിലും ഞാൻ കണ്ടതൊക്കെ തന്നെയും അത്തരത്തിലുള്ള. പിന്നെ ഇപ്പോ സ്കൂളൊക്കെ സജീവമായി തിരക്കുകളായപ്പോ വീണ്ടും
എല്ലാറ്റിലും അങ്ങ് പങ്കെടുക്കാനും പറ്റാറില്ല. രാത്രിയിൽ വന്നാലും സ്കൂളിലെ വർക്ക് ലോഡാണ്. അങ്ങനെ അങ്ങ് വിട്ടുപോയി ഇപ്പൊ കുറച്ചായിട്ട്. ഇനിയിപ്പോ ഇതുപോലെ ഉണ്ടാവുന്ന ക്ലാസ്സുകളുടെ ഒക്കെ പോസ്റ്ററുകളൊക്കെ ഒന്ന് എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്താൽ ഏറ്റവും നന്നായിട്ട് പങ്കെടുക്കാൻ വിചാരിക്കുന്നു. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും നമ്മള് ഒരു പുഞ്ചിരിച്ചുകൊണ്ട് നമ്മള് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ബൈജു പറഞ്ഞതില്, ആ പുസ്തകത്തിലുണ്ട് എന്ന് പറഞ്ഞത്. അത് ശരിക്കും ഇമോഷൻ തിയറികളിലൊക്കെ ഫേഷ്യൽ എക്സ്പ്രഷൻ നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കി വെക്കുന്നതാണെങ്കിലും സ്വാഭാവികമായി അത് നമ്മുടെ ഒരു ഭാവമായി മാറും എന്ന് പറയുന്ന ഒരു തിയറി, തിയറി ഓഫ് ഇമോഷൻസിലെ ഒരു തിയറി ഞാൻ അങ്ങനെ പഠിച്ചത് ഓർമ്മിക്കുന്നുണ്ട്. അപ്പൊ വളരെ പ്രയോജനകരമായ, നേരത്തെ ഇവര് സൂചിപ്പിച്ചതുപോലെ, രമാവതി മാം സൂചിപ്പിച്ചതുപോലെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വലിയ ഒരു പ്രയാസമുള്ള സംഭവങ്ങളാണ്. പക്ഷെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ക്രമേണ നമ്മളൊക്കെ നമ്മുടെ അപ്രോച്ചിൽ എങ്ങനെയായിരുന്നു മാറ്റം വന്നത് എന്നുള്ളത് പിന്നോട്ട് റീവൈൻഡ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മൾ വായിച്ച പുസ്തകങ്ങൾ, നമ്മൾക്കുണ്ടായ എക്സ്പീരിയൻസുകൾ. പിന്നെ ഇതെനിക്കൊരു നല്ല, ഞാൻ മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് പലരോടും സംസാരിക്കുന്ന ആളാണ്. അപ്പോ അത്യാവശ്യം സൈക്കോളജിക്കൽ ക്ലാസ്സുകൾ പാരന്റ്സിനായാലും ടീച്ചേഴ്സിനായാലും ഒക്കെ എടുക്കുന്ന ആളാണ്. അപ്പൊ ഈ മൈൻഡ് ബാങ്ക് എനിക്കൊരു പുതിയ തീമായിരുന്നു. അപ്പൊ ഏതായാലും വളരെ യൂസ്ഫുൾ ആയി. നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് ബൈജു സാർ തന്നെ പറയും. ബൈജു സാർ പറഞ്ഞോളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അധികവും നമ്മൾ ഇമോഷണൽ അല്ല, EQ ബേസ്ഡ് ആയിട്ടുള്ള മനുഷ്യരാണ്. ഇപ്പോഴത്തെ സമൂഹം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ബൈജു സാർ പറയും. അല്ല, താങ്ക് യു. അല്ല, സാറ് പറഞ്ഞ കറക്റ്റ് ആണ്. ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട്, ഇതിൽ മൈൻഡ് ബാങ്ക് ആണ് പറയുന്നത്. മറ്റേ 7 ഹാബിറ്റ്സിലാണ് ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ്. അതും സൂപ്പറാണ്. കാരണം നമ്മളെ നാട്ടിൽ തന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ടാകും. ഇപ്പം നമ്മളെ സുഹൃത്ത് വലയങ്ങളിലൊക്കെ ചില ടീമോട് 10 മണിക്ക് എന്ന് പറഞ്ഞാല് ഓൻ ചിലപ്പോ 11 മണിക്ക് ഇറങ്ങുള്ളൂ. അപ്പൊ അവൻ നമുക്ക് തന്നൊരു ഇതുണ്ട്. അപ്പൊ അവരോട് നമ്മൾ എന്താ പറയാ, 9 മണിക്ക് പോകണം എന്നാ പറയാം. കാരണം എന്നാലും 10 മണിക്ക് റെഡി ആവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള നമ്മളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങളും ഇമോഷൻ, അത് നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബുക്കും ഡിസ്കസ് ചെയ്യേണ്ട ഒരു ബുക്കാണ് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. നമ്മൾ സെയിം ലിങ്കിൽ എല്ലാ ദിവസവും ഇതുപോലെ ക്ലാസ്സുകളുണ്ട്. ഓരോ ദിവസം ഓരോ ടൈപ്പാണെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ബുധനാഴ്ചകളും നമ്മളിപ്പോൾ ബുക്ക് റിവ്യൂ ആണ് ചെയ്യുന്നത്. ഏകദേശം 70ഓളം ബുക്ക് റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. മാം കിട്ടിയ ലിങ്കിൽ, ആ ലിങ്കിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, ദെൻ ഇനി വേറെ ആരും സംസാരിക്കുന്നേ? എനിബഡി എൽസ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബൈജു സാർ ഒന്ന് ഫൈനൽ നമുക്കൊന്ന് സാബു സാറേ, ആ ഞാൻ അന്ന് രണ്ടുപേര് പാടിയത് വീണ്ടും ബൈജു സാറിന് വേണ്ടിയിട്ട് പാടുകയാണ്. ചിരി കൊണ്ട് മൂടും മൗന ദുഃഖങ്ങൾ ചിലരുടെ സമ്പാദ്യം. അത് ബൈജു സാറിന് വേണ്ടിട്ടാ. ബൈജു സാർ നമുക്ക് വൈൻഡപ്പ് ചെയ്തോ? ഒന്ന് ഫൈനൽ ഒരു വിഷയം കൊടുത്തിട്ട് നമുക്ക് ഒരുപാട് നന്ദി, താങ്ക് യു. കാരണം എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഞാൻ എസ്പെഷ്യലി പറയാറ്, പിന്നെ ആദ്യം ഏത് പുസ്തകം തുടങ്ങണം വായനാശീലത്തിൽ, ഈ സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ തുടങ്ങണം എന്ന് പറയുമ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്കാണ്. ഒന്ന് ആറ്റിറ്റ്യൂഡ് ഈസ് എവരിതിങ്ങും, മറ്റേത് മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്നുള്ളത്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വായിച്ചിരിക്കേണ്ട, ലളിതമായിട്ട് വിത്ത് പ്രാക്ടിക്കലോടെ പറയുന്ന ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും വായിച്ചിരിക്കണം. നമുക്ക് അടുത്ത ബുധനാഴ്ച വേറെ നല്ലൊരു പുസ്തകവുമായി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരുപാട് നന്ദി, താങ്ക് യു വെരി മച്ച്. സോ താങ്ക് യു ബൈജു സാർ. തീർച്ചയായിട്ടും നമ്മുടെ ബുക്ക് റിവ്യൂ ഒക്കെ തുടങ്ങുമ്പോൾ തന്നെ ആദ്യമേ ബൈജു സാറാണ് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു മാജിക് ഓഫ് തിങ്കിങ് ബിഗ് ഒരു പ്രാവശ്യം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇത്തവണ നമ്മൾ 2 സെഷനായിട്ട് എടുത്തപ്പോൾ കുറച്ച് കൂടുതൽ ഡെപ്ത് മനസ്സിലായി. അതുതന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതിന് എത്രമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് മനസ്സിലായി. ഒരു ചെറിയ ചേഞ്ച്, അല്ലേ, ആറ്റിറ്റ്യൂഡിൽ തന്നെ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എങ്ങനെ മറ്റുള്ളവർ റിഫ്ലക്റ്റ് ചെയ്യുമെന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനൊരു വലിയ അവസരമാണ് ബൈജു സാർ. തുടർന്നും നമുക്ക് ബുധനാഴ്ചകൾ നമുക്ക് ബുക്ക് ചെയ്യാം. നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. നമുക്ക് തീർച്ചയായിട്ടും അത് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈജു സാർ ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നാളെ നമുക്ക് ഹോളിസ്റ്റിക് ഹെൽത്തിൻ്റെ ദിവസമാണ്. മൈൻഡ്ഫുൾനെസ്സിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും നാളെ. അപ്പോൾ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. താങ്ക് യു സാബു സാർ, താങ്ക് യു ബൈജു സാർ, ഗുഡ് നൈറ്റ്.